Welcome to English Disha. Good morning, students. ഇന്ന് നമ്മുടെ നെറ്റിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ആസ് യു കെൻ സീ ഇൻ ദ ടൈറ്റിൽ, നമ്മൾ ഇന്ന് റെസ്റ്റോറേഷൻ ഏജ് ആൻഡ് അഗസ്റ്റൻ ഏജ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റെസ്റ്റോറേഷൻ ഏജ് എന്തായിരുന്നു, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലിറ്റററി ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു, റൈറ്റ്? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റെസ്റ്റോറേഷൻ ഏജിന്റെ തന്നെ കുറച്ച് റൈറ്റേഴ്സിനെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. പിന്നെ വി വിൽ ഓൾസോ ടച്ച് അപ്പോൺ അഗസ്റ്റിൻ ഏജ്, അല്ലെ? അഗസ്റ്റിൻ ഏജിലെ എന്താണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ലിറ്റററി ഫീച്ചേഴ്സും റൈറ്റേഴ്സിനെയും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഓഫ് കോഴ്സ് ആസ് എ റിച്വൽ നമ്മൾ എന്തായാലും എന്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ക്ലാസ്, വിതൗട്ട് എനി ഫർദർ വെയിറ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ ന്യൂ ക്ലാസിക്കൽ ഏജ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്, അല്ലെ? 1660 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസ്റ്റോറേഷന്റെ സ്റ്റാർട്ടിങ് തൊട്ട് 1798 വരെയാണ് ന്യൂ ക്ലാസിക്കൽ ഏജ്. 1798 എന്തായിരുന്നു സംഭവിച്ചത്? ഇറ്റ് ഇസ് എ സ്റ്റാർട്ട് ഓഫ് റൊമാൻറ്റിക് പീരിയഡ്, അല്ലെ? ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ആയത് 1798 ഓക്കെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഡ്രമാറ്റിസ്റ്റിന്റെ പേരാണ് ആദ്യം തന്നെ, ജസ്റ്റ് സോ ദാറ്റ് യു നോ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ആരെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ അഗസ്റ്റിൻ ഏജിനെ ടച്ച് ചെയ്യും. അപ്പൊ അഗസ്റ്റിൻ ഏജിലെ പ്രോസ് റൈറ്റേഴ്സിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ ദീസ് ബഞ്ച് ഓഫ് റൈറ്റേഴ്സിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ. അപ്പോ റൈറ്റേഴ്സിന്റെ നമ്പർ കണ്ട് ഓവർവെൽം ആരും ആവണ്ട. വി വിൽ ടേക്ക് ഇറ്റ് സ്ലോ, അല്ലെ? നമ്മൾ എല്ലാവരെയും ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ യു വിൽ ഹാവ് നോ പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി നമ്മുടെ ന്യൂ ക്ലാസിക്കൽ ഏജിൽ റെസ്റ്റോറേഷൻ ഏജ്, അഗസ്റ്റിൻ ഏജ്, ഏജ് ഓഫ് ജോൺസൺ എന്നുള്ള ഡിവിഷൻ എല്ലാവരും മനസ്സിലാക്കി. ഞാൻ ഈ ഡയഗ്രാം വെച്ചേക്കുന്നത് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും മിസ് ഔട്ട് ആവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പെട്ടെന്ന് ഈ ഡയഗ്രാമിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ, നമ്മൾ ഇതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റെസ്റ്റോറേഷൻ ഏജിലെ റൈറ്റേഴ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ആ റൈറ്റേഴ്സിന്റെ ലിസ്റ്റ് ഞാൻ തന്നിട്ടുണ്ട്, ഡോണ്ട് വറി. യെസ്. അപ്പോ ഓക്കെ, ലെറ്റ് മി ടെൽ യു വൺ തിങ്. റെസ്റ്റോറേഷൻ ഏജ് സ്റ്റാർട്ട്സ് വിത്ത് 1660 തൊട്ട് 1700 AD വരെയാണ് റെസ്റ്റോറേഷൻ ഏജ്. അത് കഴിഞ്ഞിട്ടാണ് അഗസ്റ്റിൻ ഏജ്. ഓക്കെ. അപ്പോ നിങ്ങളുടെ എന്താണ് ഈസിക്ക് വേണ്ടി നമുക്കറിയാം നെറ്റിൽ കുറെ ക്രോണോളജി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അല്ലെ? അപ്പോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രോസ് റൈറ്റേഴ്സിനെ ആയിരുന്നു. പ്രോസ് അല്ലെങ്കിൽ നമുക്ക് പോയറ്റ്സ് എന്നൊക്കെ പറയാം. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരെയാണ്? ഡ്രമാറ്റിസ്റ്റിനെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡിവിഷൻ ഈ ഏജിൽ തന്നെ എന്ന് വെച്ചാൽ റെസ്റ്റോറേഷൻ ഏജിൽ തന്നെ റൈറ്റേഴ്സിനെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് എന്ന് വെച്ചാൽ പ്രോസ് റൈറ്റേഴ്സിനെ വേറെയും ഡ്രമാറ്റിസ്റ്റിനെ വേറെ ചെയ്തത് നിങ്ങളുടെ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനാണ്. ഓക്കെ, ക്ലിയർ? പിന്നെ ഞാൻ നൗ ദാറ്റ് വി ആർ കംപ്ലീറ്റിംഗ്, അല്ലെ? നമ്മള് എന്താണ് റെസ്റ്റോറേഷൻ ഏജ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ ഫുൾ ലിസ്റ്റ് ഓഫ് റൈറ്റേഴ്സ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഫുൾ ലിസ്റ്റ് ഓഫ് റൈറ്റേഴ്സിനെ ക്രൊണോളജിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ റെസ്റ്റോറേഷൻ ഏജിന്റെ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ആദ്യം പ്രോസ് വർക്കിന്റെ ഒരു പ്രോസ് റൈറ്റേഴ്സിന്റെ ഒരു ക്രൊണോളജി നമ്മൾ കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡ്രമാറ്റിസ്റ്റിന്റെ ക്രൊണോളജിയിൽ റൈറ്റേഴ്സിനെ കണ്ടു. അതിന്റെ ഫുൾ ലിസ്റ്റ്, അല്ലെ, ക്രൊണോളജിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ക്രൊണോളജിയിൽ വേണം ഈ ഏജിലെ റൈറ്റേഴ്സിനെ ഓർത്ത് വെക്കാൻ. ഇങ്ങനെ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൊണോളജിന്റെ ക്വസ്റ്റ്യൻസ് നെറ്റിൽ കൂടുതലായ കാരണം ലാസ്റ്റിൽ ഇങ്ങനെ ഒരു ക്രൊണോളജി ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ റെസ്റ്റോറേഷൻ ഏജ് പഠിക്കാൻ നമുക്ക് ഈ 17 റൈറ്റേഴ്സിനെയാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ. ഓക്കെ, സോ ടുഡേ നമുക്ക് ഈ 9 ഡ്രമാറ്റിസ്റ്റിലേക്ക് നേരെ കടക്കാം. ഈ 9 ഡ്രമാറ്റിസ്റ്റ് ഒന്ന് വായിക്കാം, അല്ലെ? ജോർജ് എത്രിഡ്ജ്, ആഫ്ര ബെൻ, വില്യം വിച്ചേർലി, തോമസ് ഓട്ട്വേ, ജോൺ വാൻബ്ര, വില്യം കോൺഗ്രീവ്, കോലി സിബർ, ജോർജ് ഫാൻക്യുആർ ആൻഡ് ജോൺ ഗേ. സോറി, ഫാർക്യുആർ. ഓക്കെ. അപ്പൊ ഈ റൈറ്റേഴ്സിനെയാണ്, ഈ ഡ്രമാറ്റിസ്റ്റിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ക്ലിയർ? ഫസ്റ്റ് ആണ് ജോർജ് എത്രിഡ്ജ്. ഓക്കെ, 1636 തൊട്ട് 1692 ഉള്ള ഈ റൈറ്ററിന് എന്താണ് പ്രത്യേകത എന്ന് വായിച്ചു നോക്കാം. സോ ഹി വാസ് എൻ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്, പോയറ്റ് ആൻഡ് ഡിപ്ലോമാറ്റ്. ഓക്കെ, വിറ്റ് ആൻഡ് സറ്റയർ ആൻഡ് കോംപ്ലക്സ് ക്യാരക്ടേഴ്സിന് വേണ്ടി അറിഞ്ഞിരുന്ന ഒരു റൈറ്റർ ആണ്. നമുക്ക് ആളുടെ വർക്ക്സിലേക്ക് പോവാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു വർക്കിന് തന്നെ 2 ടൈറ്റിലും അല്ലെങ്കിൽ സബ് ടൈറ്റിലും ഉണ്ട്. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഒക്കെ നമ്മൾ ഇപ്പൊ പഠിച്ചു ദ കോമിക്കൽ റിവെഞ്ച് എന്നുള്ള ടൈറ്റിലെ പഠിച്ചിട്ടുള്ളെങ്കിൽ ചിലപ്പോൾ ലവ് ഇൻ എ ടബ് എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ അത് ഏത് വർക്ക് അറിയില്ല.
അപ്പൊ മേക്ക് ഷുവർ, കാരണം സബ് ടൈറ്റിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ ഈ സബ് ടൈറ്റിൽ സ്കിപ്പ് ചെയ്യും. അപ്പൊ ഡോണ്ട് സ്കിപ്പ് ഇറ്റ് അല്ലെ. ഞാൻ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മേക്ക് ഷുവർ രണ്ട് ടൈറ്റിൽസും വായിക്കണം, പഠിക്കണം. ദി കോമിക്കൽ റിവെഞ്ച് അല്ലെങ്കിൽ ലവ് ഇൻ എ ടബ്. ഓക്കെ, ആദ്യത്തെ പ്ലേ ആയിരുന്നു. റെസ്റ്റോറേഷൻ കോർട്ടിനെ കുറിച്ച് സറ്ററൈസ് ചെയ്യുന്ന പ്ലേ ആണ്. പിന്നെ ഷീ വുഡ് ഇഫ് ഷീ കുഡ് അല്ലെ. നെക്സ്റ്റ് ഇസ് ദ മാൻ ഓഫ് മോഡ് അല്ലെങ്കിൽ സർ ഫ്ലോപ്പിംഗ് ഫ്ലട്ടർ. ഈ വർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ വർക്ക് നോക്കണം. സോ ജസ്റ്റ് ഈ 3 വർക്ക്സ് ആണ് നമുക്ക് ജോർജ് എത്രിജിൽ നോക്കേണ്ടത്. ഏതൊക്കെയാണ്? ദ കോമിക്കൽ റിവെഞ്ച് അല്ലെ, റിവെഞ്ച് എടുത്തു. ലവ് ഇൻ എ ടബ്. ഓക്കെ, ദ കോമിക്കൽ റിവെഞ്ച്, ലവ് ഇൻ എ ടബ്. ഷീ വുഡ്, ഓക്കെ, നിങ്ങൾ വിചാരിക്കുക റിവെഞ്ച് എടുക്കുക എങ്ങനെ? യു കിൽ സമ്മൺ. ഓക്കെ, കില്ലിംഗ് സമ്മൺ ഇസ് ഇൻ എ ടബ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കോമിക്കൽ റിവെഞ്ച്, പക്ഷെ ഭയങ്കര കോമിക് ആയി, ബിക്കോസ് ടബിൽ ആരെങ്കിലും റിവെഞ്ച് ചെയ്യൂ. Okay, it's not a very good story, but it works. Okay, a comical revenge, love in a tub is first work. Then, പിന്നെ അവർ പറയണ, so this category. Okay, let's learn this first. ജോർജ് എത്രിജിന്റെ 3 വർക്ക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇസ് ദ കോമിക്കൽ റിവെഞ്ച് അല്ലെങ്കിൽ ലവ് ഇൻ എ ടബ്. അപ്പൊ ഇത് ചെയ്യുന്ന ആരാണ്? ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഷീ വുഡ് ഇഫ് ഷീ കുഡ് അല്ലെ, അവള് ചെയ്തേനെ, അവൾക്ക് വേണമായിരുന്നെങ്കിൽ റിവെഞ്ച് എടുത്തേനെ. പിന്നെ മൂന്നാമത്തെ ആണ് ദ മാൻ ഓഫ് മോഡ് അല്ലെങ്കിൽ സർ ഫ്ലോപ്പിംഗ് ഫ്ലട്ടർ. ദ മാൻ ഓഫ് മോഡ് അല്ലെ, ഒരു അവൾക്കൊരു ഓട്ടോമാറ്റിക് മോഡ് കിട്ടിയില്ല, അത് കാരണം അവർ കൊന്നില്ല, അങ്ങനെ വിചാരിക്കാം. അപ്പൊ ജോർജ് എത്രിജിന്റെ 3 വർക്ക്സ് ഏതാണ്? എ കോമിക്കൽ റിവെഞ്ച് അല്ലെങ്കിൽ ലവ് ഇൻ എ ടബ്, ഷീ വുഡ് ഇഫ് ഷീ കുഡ്, ആൻഡ് ദെൻ ഇസ് എ മാൻ ഓഫ് മോഡ്. മാൻ ഓഫ് മോഡിന്റെ തന്നെ വേറെ ടൈറ്റിൽ ആണ് സർ ഫ്ലോപ്പിംഗ് ഫ്ലട്ടർ. ഓക്കെ, ഈ 2 വർക്ക്സ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ യു ഷുഡ് നോ. ഓക്കെ, അതിന്റെ സബ് ടൈറ്റിൽ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഈ മാൻ ഓഫ് മോഡ് ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ദ മാൻ ഓഫ് മോഡ് അല്ലെങ്കിൽ സർ ഫ്ലോപ്പിംഗ് ഫ്ലട്ടർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മാൻ ഓഫ് മോഡിൽ മെയിൻ ക്യാരക്ടർ അല്ല ഈ സർ ഫ്ലോപ്പിംഗ് ഫ്ലട്ടർ. ഓക്കെ, അത് ജസ്റ്റ് ഒരു എന്താണ്, അത് ആള് എഴുതുന്ന രീതി ആയിരിക്കാം, പക്ഷെ മെയിൻ ക്യാരക്ടർ ഇസ് നോട്ട് സർ ഫ്ലോപ്പിംഗ് ഫ്ലട്ടർ. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇറ്റ് ഇസ് എത്രിഡ്സ് മോസ്റ്റ് ഫേമസ് പ്ലേ, എ കോമഡി ദാറ്റ് സെറ്ററൈസസ് ദ ഫാഷനബിൾ സൊസൈറ്റി ഓഫ് റെസ്റ്റോറേഷൻ ഏജ്. ഡിസ്പൈറ്റ് ദ സബ് ടൈറ്റിൽ, എന്താണ്, ഇതിൽ 2 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. വൺ ഇസ് റേക്ക്, വൺ ഇസ് പോപ്പ്. അപ്പൊ റേക്ക് ആണ് മേജർ ക്യാരക്ടർ. ഓക്കെ, റേക്ക് എന്ന് പറയുന്നത് ഒരു ഇമ്മോറൽ പേഴ്സണെയാണ്. പിന്നെ ഫോപ്പ്, ഓക്കെ, അതൊരു വേർഡ് ആണ് കേട്ടോ യൂസ് ചെയ്തത്. റേക്ക് ആർക്കാണ് യൂസ് ചെയ്തത്? ഒരു ഇമ്മോറൽ അല്ലെ, ഒരു ശരിയില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് റേക്ക് ഉപയോഗിക്കുന്നത്. ഈ റേക്ക് ആണ് നമ്മുടെ കഥയിലെ പ്രോട്ടഗണിസ്റ്റ്. ഓക്കെ, ഹീസ് ദ മെയിൻ ക്യാരക്ടർ. ആളുടെ പേരെന്താണ്? ഡോറിമാൻറ്റ്. ഓക്കെ, ആൻഡ് ഫോപ്പ് ആണെന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല ഈ ഫോപ്പ്. ഫോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീറ്റ് അല്ലെങ്കിൽ ഫൂളിഷ് പേഴ്സൺ. അപ്പൊ ഒരു ചീറ്റ് അല്ലെങ്കിൽ ഒരു ഫൂളിഷ് പേഴ്സണിനെ നമ്മൾ ഫോപ്പ് എന്നും, റേക്ക് ആരാ വിളിക്കുക? ഒരു ഭയങ്കര ഇമ്മോറൽ ആയിട്ടുള്ള പേഴ്സണിനെയാണ് റേക്ക് എന്ന് വിളിക്കുക. ഇതിൽ റേക്ക് ആണ് ആക്ച്വലി പ്രോട്ടഗനിസ്റ്റ്, പക്ഷെ സബ് ടൈറ്റിൽ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് ഒരു ഫോപ്പ് എന്ന് വെച്ചാൽ അത്രയും മെയിൻ ക്യാരക്ടർ അല്ലാത്ത ഒരു ക്യാരക്ടറുടെ പേരിലാണ് ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും, അതിന് ഇങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണ്ടതാണ്. ഓക്കെ, ഡിസ്പൈറ്റ് ദ സബ് ടൈറ്റിൽ, ദ ഫോപ്പ് സർ ഫ്ലോപ്പിംഗ് is only one of the marginal characters and the rake Dorimant is the protagonist. Okay, അപ്പോൾ ദ മാൻ ഓഫ് മോഡ് അല്ലെങ്കിൽ സർ ഫ്ലോപ്പിംഗ് ഫ്ലട്ടർ. ജോർജ് എത്രിജിന്റെ 3 വർക്ക്സ് ഇതാണ്: എ കോമിക്കൽ റിവെഞ്ച്, ലവ് ഇൻ എ ടബ്. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ് ഷീ കുഡ് ഇഫ് ഷീ വുഡ്, and then is a man of mode, sir flopping flutter. ഈ ഷീ വുഡ്, ഷീ കുഡ് അങ്ങനത്തെ ഈ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനത്തെ തന്നെ സിമിലർ വേർഡിങ്സ് ഉള്ള ഒരു വേറെ വർക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും കണ്ടിട്ട് കൺഫ്യൂസ് ആവരുത്. നമ്മൾ ഇനി റൈറ്റേഴ്സിൽ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വർക്കിന്റെ പേര് കാണാം. ഓക്കെ, ജോർജ് എത്രിസ് ഇസ് ഡൺ. Now this is Aphra Behn. Aphra Behn നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ ഒരു ഫീമെയിൽ റൈറ്റർ ആണ്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് റൈറ്റേഴ്സ്, ഓക്കെ, ഫീമെയിൽ റൈറ്റേഴ്സ് ടു ടേക്ക് അപ്പ് റൈറ്റിംഗ് ആസ് എ കരിയർ. ആദ്യത്തെ സ്ത്രീയാണ് റൈറ്റിംഗ് സ്വന്തമായിട്ട് ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എഴുതി തുടങ്ങിയ ഒരു റൈറ്റർ ആണ് കേട്ടോ. ആഫ്ര ബെൻ ആ ഒരു ആസ്പെക്റ്റിൽ ഇമ്പോർട്ടന്റ് ആണ്. ആഫ്ര ബെൻ നല്ല കഥകളാണ്. നമ്മൾ അതിന്റെ ഒരു എന്താണ് സമ്മറി ഒക്കെ വായിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഭയങ്കര നല്ല കഥകളാണ് ആൾ എഴുതിയേക്കുന്നത്. അപ്പൊ ആഫ്ര ബെൻ ഒരു ബ്രിട്ടീഷ് പ്ലേ റൈറ്റ് ആണ്, പോയറ്റ് ആണ്, നോവലിസ്റ്റ് ആണ്. ഷീ ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് വിമൻ ടു ഏൺ എ ലിവിംഗ് ആസ് എ റൈറ്റർ. അപ്പൊ റൈറ്റർ ആയിട്ട് ആദ്യമായിട്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആരെയാണ്? ആഫ്ര ബെൻ. ഇനി ആഫ്ര ബെന്റെ വർക്ക്സ് ഏതൊക്കെയാണ് ആദ്യം ഒന്ന് വായിക്കാം. ദ ഫോഴ്സ്ഡ് മാരേജ്, ഓക്കെ, ദ ഡച്ച് ലവർ, ദ റോവർ അല്ലെങ്കിൽ ദ ബാനിഷ്ഡ് cavaliers, and Orinoco is very very important work of Aphra Behn. കാരണം ഇതിന്ന് ഒരു 1000 questions, summary based questions കുറെ Orinoco എന്ന് വന്നിട്ടുണ്ട്.
ഒരെനോക്കോ തന്നെ വേറെ പേരാണ് ദ റോയൽ സ്ലേവ്. ഓക്കെ, ഒരെനോക്കിന് കുറെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ബിക്കോസ് ഇറ്റ് ഹാസ് കം UGC നെറ്റ് കുറെ പ്രാവശ്യം ഒരെനോക്കൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഷീ ഈസ് എൻ ഇമ്പോർട്ടന്റ് റൈറ്റർ. ഓക്കെ, അപ്പൊ ഏതൊക്കെ വർക്ക്സ് ആണ്? ഫോഴ്സ്ഡ് മാരേജ്, നമ്മൾ ഇന്ന് പെട്ടെന്ന് ഓർത്ത് വെക്കാം. ആഫ്രാബെൻ എഴുതിയേക്കുന്ന എന്താണ്? ഫോഴ്സ്ഡ് മാരേജ് അല്ലെ, ഫോഴ്സ് ആയിട്ട് മാരേജ് ചെയ്തു. വൈ? ബിക്കോസ് ഷീ ലവ് സമൺ എൽസ്. ആരായിരുന്നു? ദ ഡച്ച് ലവർ. പക്ഷേ ഈ ഡച്ച് ലവറിനെ നമുക്ക് കിട്ടിയില്ല. കാരണം എന്ത് ചെയ്തു? ഹി വാസ് എ ബാനിഷ്ഡ് കവാലിയർ. ഓക്കെ, കവാലിയേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, ഗ്രൂപ്പ്സ് നമ്മുടെ കിങ്ങിനെ സപ്പോർട്ട് ചെയ്ത ആ ആൾക്കാരാണ് കവാലിയർ. നമ്മൾ കവാലിയർ പോയറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ബാനിഷ്ഡ് കവാലിയർ. അപ്പോൾ ഇറ്റ്സ് എ ഫോഴ്സ് മാരേജ് ചെയ്യേണ്ടി വന്നു ബിക്കോസ് ഷി ഹാഡ് എ ഡച്ച് ലവർ ആൻഡ് വാസ് എ ബാനിഷ്ഡ് കവാലിയർ. ഓക്കെ, അല്ലെങ്കിൽ റോവർ. ആ റോവർ എങ്ങനെയെങ്കിലും അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അവൻ റേഞ്ച് റോവറിൽ പോയി. ഓക്കെ ഓക്കെ, ഡസ് നോട്ട് മേക്ക് സെൻസ്, എനിക്ക് മനസ്സിലായി. പക്ഷെ ജസ്റ്റ് ഫോർ യുവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടാക്കി ഓർത്ത് വെക്കുക. പക്ഷെ നമുക്ക് ഒരു 1000 എന്താണ് വർക്ക്സും ആൾക്കാരുടെ പേരൊക്കെ ഓർത്ത് വെക്കാനുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ എന്താണ് ഇതിങ്ങനെ ഒരു ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. പിന്നെ എന്താണ്, ആള് പോയിട്ട് രക്ഷിക്കാനൊന്നും പറ്റിയില്ല. ഹി ബിക്കേം എ റോയൽ സ്ലേവ്. ഓക്കെ, സോ വാട്ട് ആർ ദ 4 വർക്ക്സ്? നമ്മൾ ആഫ്രാബെൻഡിന്റെ 4 വർക്ക് പഠിച്ച ഏതൊക്കെയാണ്? ഫസ്റ്റ് ആണ് ദ ഫോഴ്സ്ഡ് മാരേജ്, ഡച്ച് ലവർ, റോവറിന്റെ തന്നെ ദ ബാനിഷ് കവാലിയർ, പിന്നെ എന്താണ്? ഒരെനോക്കോ അല്ലെങ്കിൽ ദ റോയൽ സ്ലേവ്. കണ്ടോ, പഠിച്ചില്ലേ? ജോർജ് എത്രിജിന്റെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്താണ്? കോമിക്കൽ റിവെഞ്ച്, ലവ് ഇൻ എ ടബ്. പിന്നെ ലവ് ഇൻ എ ടബ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ഏതാണ് നോക്കി നോക്കാം. യെസ്, ഷീ വുഡ് ഇഫ് ഷീ കുഡ് ആൻഡ് ദ മാൻ ഓഫ് മോഡ്. ഓക്കെ, അപ്പൊ ആഫ്രാബെന്നിന്റെ ഇതൊക്കെയാണ് ഫോഴ്സ്ഡ് മാരേജ്. ഫോഴ്സ്ഡ് മാരേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ട്രാജിക് കോമഡി അല്ലെ. എർമീന എന്ന് പറഞ്ഞ ഒരു യങ് വുമൻ ഉണ്ട്. ആള് ഫോഴ്സ് ചെയ്തേക്കാണ് ആൾക്ക് ഇഷ്ടമുള്ള ഒരാളെ എന്താണ് കല്യാണം കഴിക്കാനായിട്ട്. പക്ഷെ എർമീനന് ഒരു പ്രിൻസ് അസിഡോർ എന്ന് പറഞ്ഞ ഒരാളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അതാണ് ആളുടെ ട്രൂ ലവ്. അപ്പൊ ഹി ട്രൈസ് ടു ഹെൽപ്പ് ഹർ ഔട്ട് ഓഫ് ദിസ് ഫോഴ്സ്ഡ് മാരേജ്. അപ്പൊ ഫോഴ്സ് മാരേജിൽ എന്തായിരിക്കും? ഒരു പെൺകുട്ടിയുണ്ട്, പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിട്ട് കല്യാണം കഴിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആൾക്ക് ഇഷ്ടമുള്ള ഒരാള് ഈസ് എ പ്രിൻസ്. ഓക്കെ, പ്രിൻസ് അസിഡോർ ആളെ ആ കല്യാണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കഥയാണ് ദ ഫോഴ്സ്ഡ് മാരേജ്. ഓക്കെ, എർമീന ആൻഡ് പ്രിൻസ് അസിഡോർ ഓർത്ത് വെക്കണം. ചിലപ്പോൾ ക്യാരക്ടേഴ്സ് ചോദിക്കാറുണ്ട് അല്ലെ, മാച്ച് ദ ഫോളോവിംഗില് വർക്ക്സ് ആൻഡ് ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ് അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ഡച്ച് ലവറിൽ എന്തായിരിക്കും? there's a story of an English woman Cloris who's in love with a Dutch merchant ഹോൺസ്. ഓക്കെ, ഹോൺസ് എന്ന് പറഞ്ഞ ഒരാളെ ഇഷ്ടമാണ്. അപ്പൊ ആഫ്രാബെൻ നമുക്ക് ഇപ്പൊ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലായി, കുറച്ച് ലവ് ഒരു തീമായിട്ട് തന്നെ ആൾ എഴുതുന്ന ഒരു റൈറ്റർ ആണ്. പിന്നെ റോവർ അല്ലെങ്കിൽ ദ ബാനിഷ്ഡ് കവാലിയേഴ്സിലുള്ളത്, ഇറ്റ് ഡിപിക്ട്സ് ദി അഡ്വെഞ്ചേഴ്സ് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇംഗ്ലീഷ് കവാലിയേഴ്സ് ഡ്യൂറിംഗ് ദി എക്സൈൽ ഓഫ് ഇംഗ്ലണ്ട്സ് കിങ് ചാൾസ് സെക്കൻഡ് ഇൻ മാഡ്രിഡ് ആൻഡ് നേപ്പിൾസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഈ ഒരു സമ്മറി ഓർത്ത് വെക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അഡ്വെഞ്ചേഴ്സിന്റെ കഥയാണ്. ഏത് സ്ഥലങ്ങളിലാണ്? മാഡ്രിഡ് ആൻഡ് നേപ്പിൾസ്. ഓക്കെ, എക്സൈൽ കിങ് ചാൾസ് സെക്കൻഡ് എക്സൈലിൽ പോയപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ അവിടുത്തെ കുറച്ച് ആൾക്കാരുടെ അല്ലെങ്കിൽ കുറച്ച് അഡ്വെഞ്ചേഴ്സിൽ പോയ ആ ഗ്രൂപ്പ് ഓഫ് കവാലിയേഴ്സിന്റെ കഥയാണ്. ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 2 parts in 1677 1681. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, അവർ ബാനിഷ് കവാലിയേഴ്സ് ആണ് കുറെ സ്ഥലത്തേക്ക് പോയി, അവരുടെ കഥയാണത്. 2 പാർട്സിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഫോഴ്സ്ഡ് മാരേജ്, ദ ഡച്ച് ലവർ ആൻഡ് ദ റോവർ അല്ലെങ്കിൽ ദ ബാനിഷ്ഡ് കവാലിയേഴ്സ്. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. ഇതിനെയാണ് ഒരെനോക്കോ അല്ലെങ്കിൽ റോയൽ സ്ലേവ്. ഐ urge you, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരെനോക്കോ അല്ലെങ്കിൽ റോയൽ സ്ലേവിന്റെ സമ്മറി ഒന്ന് വായിച്ചു നോക്കുക. കാരണം ഇതിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇൻക്ലൂഡഡ് ഇതിലെ മെയിൻ പോയിന്റ്സ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. എക്സാമിന് വന്നിരിക്കുന്ന ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇറ്റ് വിൽ ബി ബെറ്റർ നിങ്ങൾ ഇതിന്റെ ഒരു സമ്മറി ഇരുന്ന് അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ, സമ്മറി വായിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സമ്മറി വായിച്ചു കഴിഞ്ഞാൽ ഇത്രയും കൂടെ നല്ലതായിരിക്കും. ചിലപ്പോൾ അവർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ. Okay, ഒരെനോക്കോ അല്ലെങ്കിൽ The Royal Slave, a novel that tells the story of an African prince. Okay, African prince ആയിരുന്നു, who was enslaved and taken to the American colonies. അപ്പൊ ഇവിടെ അമേരിക്കൻ കോളനീസിലെ ആൾക്കാരെ പറയുന്നത് സിവിലൈസ്ഡ് വൈറ്റ് ക്രിസ്ത്യൻസ് എന്നാണ് കേട്ടോ. അപ്പൊ ഒരു ആഫ്രിക്കൻ പ്രിൻസ് ഉണ്ടായിരുന്നു, ആളെ ആക്ച്വലി സ്ലേവ് ആക്കാണ്. അതുകൊണ്ടാണ് ദ റോയൽ സ്ലേവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇയാളെ സ്ലേവ് ആക്കിയിട്ട് അമേരിക്കൻ കോളനീസിൽ സെറ്റിൽ ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ നിർത്തുകയാണ്. ഈ അമേരിക്കൻ കോളനീസിലെ ഈ ആൾക്കാരെ നമ്മൾ എന്താണ്, ഈ വൈറ്റ് ആൾക്കാരെ എന്താണ് പറയുന്നത്? സിവിലൈസ്ഡ് വൈറ്റ് ക്രിസ്ത്യൻസ് ആണ്. ഓക്കെ, അപ്പൊ സിവിലൈസ്ഡ് ഇവിടെ ഒരു ഐറോണിക്കൽ സെൻസിലാട്ടോ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇസ് എ ക്രിറ്റീക് ഓഫ് കൊളോണിയലിസം ആൻഡ് സ്ലേവറി. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് സമ്മറി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരെനോക്കോ ആൻ ആഫ്രിക്കൻ പ്രിൻസ് falls in loves with ഇമോനീഡ. ഓക്കെ, ഇപ്പൊ ഒരാളെ ഇഷ്ടമായിരുന്നു ആൾക്ക്, പക്ഷെ
അവര് ഒരുമിക്കുന്ന ആ ഒരു വേളയിൽ എന്ത് ചെയ്യാണ്, അവരെ സോൾഡ് ചെയ്യാണ് സ്ലേവറിയിലേക്ക്. ദേ ആർ സോൾഡ് ഇൻ ടു സ്ലേവറി ഇൻ ദി അമേരിക്കൻ കോളനീസ്. ഓക്കെ, ഇവർ രണ്ടുപേരെ എന്താണ് സെല് ചെയ്യാണ്. പിന്നെ ഒറോനോക്കോ ലീഡ്സ് എ സ്ലേവ് അപ്രൈസിംഗ് വിച്ച് ഇസ് അൾട്ടിമേറ്റ്ലി ക്യാപ്ചേർഡ് ആൻഡ് കിൽഡ്. അപ്പോ ഒരു സ്ലേവ് അപ്രൈസിംഗ് മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലേവറിന്റെ അഗേൻസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറഞ്ഞു വരികയാണ് അല്ലെ. നമ്മുടെ KGF പോലെ അവര് ഒരു അപ്രൈസിംഗ് ഉണ്ടാവാണ്. പക്ഷെ എന്ത് സംഭവിക്കാണ്, KGF പോലെ അവര് അത്ര വിക്ടോറിയസ് അല്ല, നമ്മുടെ ഒറോനോക്കിനെ കൊല്ലാണ് ചെയ്യുന്നത്. ഭയങ്കര ഒരു ആക്ച്വലി ഒരു ബാഡ് സെൻസിലാണ് ഈ ഒറോനോക്കിനെ കൊല്ലുന്നത് തന്നെ. ഓക്കെ, ഒറോനോക്കോ ഇസ് കട്ട് ടു പീസസ് ബൈ ദി എക്സിക്യൂഷണർ പബ്ലിക്ലി വൈൽ ഹി ബോർ ദ പെയിൻ വിതൗട്ട് ക്രൈങ് ഔട്ട് സ്പോക്കിംഗ് ഹിസ് പൈപ്പ്. അപ്പൊ കട്ടാണ് ആക്ച്വലി ചെയ്യുന്നത്. ദി എക്സിക്യൂഷൻ ആക്ച്വലി കട്ട്സ് ഹിം. ഓക്കെ, അപ്പൊ ഭയങ്കര ഒരു വയലന്റ് ഡെത്ത് തന്നെ നമുക്ക് പറയാം, ഗിവൻ ടു എ റോയൽ ആഫ്രിക്കൻ പ്രിൻസ്. ഓക്കെ, പിന്നെ ഇത് എവിടെയാണ് നടക്കുന്നത് ഈ കഥ? ഇറ്റ് ഇസ് എ ഡച്ച് കോളനി, ഓക്കെ, ഇൻ സുരിനാം ഇൻ സൗത്ത് അമേരിക്ക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് മെയിൻ ക്യാരക്ടർ? ഒറോനിക്കോ. ഓക്കെ, ഹീസ് എൻ ആഫ്രിക്കൻ പ്രിൻസ്. എന്നിട്ട് ആളെന്ത് ചെയ്യാണ്, സ്ലേവറിയിലേക്ക് സെൽ ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഇതൊരു ഡച്ച് കോളനിയായ സുരിനാമിലാണ് നടക്കുന്നത് കഥ. ഈ കഥ പറയുന്നത് 2 നറേറ്റേഴ്സ് ആണ് ഇതിലുള്ളത്. ഓക്കെ, ഒരു സ്ത്രീയും കഥ പറയുന്നുണ്ട്, പിന്നെ ഒറോനോക്കോയും പറയുന്നുണ്ട്. ഫസ്റ്റ് ആൻഡ് തേർഡ് പേഴ്സണിലാണ് നെറേറ്റീവ് നടക്കുന്നത്. ഓക്കെ, വുമൻ പറയുന്നതാണ് തേർഡ് പേഴ്സൺ, ഒറോനോക്കോ ആണ് ഫസ്റ്റ് പേഴ്സൺ. പിന്നെ ഒറോനോക്കോ ഇസ് കട്ട് ഇൻ ടു പീസസ്, ഞാൻ പറഞ്ഞു അതിന്റെ എൻഡിങ് എങ്ങനെയാന്നുള്ളത്. പിന്നെ ഇറ്റ് ഇസ് അഡാപ്റ്റഡ് ഫോർ ദി തിയേറ്റർ ബൈ തോമസ് സൗത്തനർ ആൻഡ് പെർഫോംഡ് ഇൻ 1695. അപ്പൊ ഇതിനെ എന്താണ് തിയേറ്ററിലേക്ക് എടുത്തിരുന്നു. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഓർത്ത് വെക്കണം? തിയേറ്ററിലേക്ക് എടുത്ത ആളുടെ പേര് ഓർത്ത് വെക്കണം, ഈ തോമസിന്റെ പേര് ഓർത്ത് വെക്കണം. എവിടെയാണ് ഇത് നടന്നത്? ഡച്ച് കോളനി ഓഫ് സുരിനാം. ഇതിൽ 2 നറേറ്റേഴ്സ് ആണ് ഉള്ളത്. ഇത് ഏതൊക്കെ പേഴ്സണിലാണ് എഴുതിയേക്കുന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മൾ ആഫ്രോബെന്നിന്റെ വർക്ക്സ് കണ്ടു. ദി ഫോഴ്സ്ഡ് മാരേജ്, ഡച്ച് ലവർ, എന്താണ് ദി റോവർ, ബാനിഷ് കാവലിയേഴ്സ് ആൻഡ് ഒറോനോക്കോ അല്ലെങ്കിൽ ദ റോയൽ സ്ലേവ്. ഡൺ 2 റൈറ്റേഴ്സ് നൗ. ഇനി നമ്മുടെ റൈറ്റർ ആണ് വില്യം വിച്ചേർലി. ഓക്കെ, ദിസ് ഇസ് വില്യം വിച്ചേർലി. വില്യം വിച്ചേർലി ഭയങ്കര ഫേമസ് ആണ്. റെസ്റ്റോറേഷൻ പോയറ്റ്സ്. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ റെസ്റ്റോറേഷൻ പോയറ്റ്സ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ നോട്ട് റെസ്റ്റോറേഷൻ പോയറ്റ്സ്, ഇങ്ങനെയൊക്കെ പോയറ്റ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ്. അപ്പൊ നിങ്ങൾ എന്താണ് ഇത് ഓർത്ത് വെക്കണം. ഓക്കെ, ഡോണ്ട് മിസ് ഔട്ട്. വില്യം വിച്ചേർലിയുടെ വർക്ക് ആണ് ഇംഗ്ലീഷ് പ്ലേ റൈറ്റ് അല്ലെങ്കിൽ പോയറ്റ് who's known for his witty and satirical comedy of manners. നമുക്കറിയാം റെസ്റ്റോറേഷൻ കോമഡി അല്ലെങ്കിൽ കോമഡി ഓഫ് മാനേഴ്സ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു എന്താണ് ആസ്പെക്ട് ആയിരുന്നു റെസ്റ്റോറേഷൻ കോമഡിയിൽ. അപ്പൊ യൂഷ്വലി കുറെ വർക്ക്സ് എഴുതിയിരിക്കുന്ന കോമഡി ഓഫ് മാനേഴ്സിൽ തന്നെയാണ്. ഓക്കെ, ഇനി വില്യം വിച്ചേർലിയുടെ വർക്ക്സ് ആദ്യം വായിച്ചു നോക്കാം. ലവ് ഇൻ എ വുഡ്. ഓക്കെ, ലവ് ഇൻ എ വുഡ്. അത് ഒരാൾക്കാര് എന്താണ് ഫോറസ്റ്റിലേക്ക് പോയി അവിടുത്തെ ഒരു മിസ് അഡ്വെഞ്ചേഴ്സിന്റെ കഥയാട്ടോ. ദ ജെന്റിൽമെൻ ഡാൻസിങ് മാസ്റ്റർ and the country wife, the man of mode. Okay, here also we see a man of mode. The plain dealer. അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ്, ആദ്യം നമ്മൾ വുഡിലേക്ക് പോവാണ്. വുഡിലേക്ക് പോയിട്ട് നമുക്ക് എന്താണ് ഡാൻസിങ് മാസ്റ്ററിനെ കാണാണ്. ലവ് ഇൻ എ വുഡ്, ദ ജെന്റിൽമെൻ ഡാൻസിങ് മാസ്റ്റർ, പിന്നെ ദ കൺട്രി വൈഫ്. അപ്പൊ വുഡ്സിൽ നമ്മൾ കൺട്രി വൈഫ് ആൻഡ് മാൻ ഓഫ് മോഡ് ആൻഡ് ദി പ്ലെയിൻ ഡീലർ. ഓക്കെ, ഈ പേരുകളൊക്കെ ഓർത്ത് വെക്കുക. ഇതില് നമ്മൾ ഓർത്ത് വെക്കേണ്ട വർക്കാണ് ദ കൺട്രി വൈഫ്. കൺട്രി വൈഫ് ആരുടെ വർക്കാന്നുള്ളത് മിക്ക ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ യു ഷുഡ് റിമെമ്പർ. പ്രത്യേകിച്ച് വേറെ ഒന്നും നിങ്ങൾ സമ്മറി പോലും ഒന്നും ഓർത്ത് വെക്കണ്ട. ഈ വർക്ക്സിന്റെ പേരുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നെറ്റ് അനുസരിച്ച് നമുക്കറിയാം തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്യാരക്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് സമ്മറി വായിക്കാന്നുള്ളൂ. പക്ഷെ ഇതുവരെ ആളുടെ അങ്ങനെ എന്താണ് സമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വർക്ക്സ് അറ്റ്ലീസ്റ്റ് വർക്ക്സിന്റെ പേര് ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? Love in a Wood, which is first play that follows the romantic misadventures of several young lovers in a forest. അപ്പൊ ഫോറസ്റ്റിൽ പെട്ടുപോകുന്ന ഒരു കഥയാണ് ലവ് ഇൻ എ വുഡ്. ഓക്കെ, ലവേഴ്സിന്റെ ആണ് കഥ. The Gentleman Dancing Master, a story of a young gentleman who disguises himself as a dancing master to woo his beloved. Okay, അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെസ്റ്റോറേഷൻ ഏജിൽ ആക്ച്വലി ഭയങ്കര സോഷ്യൽ ക്ലാസ്, പിന്നെ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഒക്കെ ഉള്ള സമയം കേട്ടോ. അപ്പൊ അങ്ങനത്തെ ലിറ്ററേച്ചറിൽ ഇപ്പൊ ഈ ഡാൻസിങ് മാസ്റ്റർ ആയിട്ട് ഒരു യങ് ജെന്റിൽമാൻ ഡിസ്കൈസ് ചെയ്യുന്നു അല്ലെ, അവൻ ശരിക്കും അതല്ല പക്ഷെ അവൻ അങ്ങനെ ആവാൻ ശ്രമിക്കുന്നു, അതൊക്കെ ക്രിറ്റീക്ക് ആണ് നമ്മുടെ ആ സമയത്ത് സൊസൈറ്റിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, അത് ഓർത്ത് വെക്കാം. അപ്പൊ ലവ് ഇൻ എ വുഡ്, ദ ജെന്റിൽമാൻ ഡാൻസിങ് മാസ്റ്റർ, പിന്നെ ദ കൺട്രി വൈഫ്, a comedy that satirizes the social conventions of the time, particularly the
ഡബിൾ സ്റ്റാൻഡേർഡ് അപ്ലൈ ടു മെൻ ആൻഡ് വുമൻ. സ്ത്രീകൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ റൂൾസ് അല്ലെങ്കിൽ കസ്റ്റംസ് അല്ലെങ്കിൽ കൺവെൻഷൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വർക്കാണ് ദ കൺട്രി വൈഫ്. പിന്നെ ദ മാൻ ഓഫ് മോഡ്, പിന്നെ ദ പ്ലെയിൻ ഡീലർ. പ്ലെയിൻ ഡീലറിൽ ഒരു സ്റ്റോറി എന്താന്ന് വെച്ചാൽ മാൻലി എന്ന് പറഞ്ഞ ഒരു നേവൽ ഓഫീസർ ഉണ്ട്. പക്ഷേ ഈ നേവൽ ഓഫീസർ തിരിച്ചു വരികയാണ്, ഹു റിട്ടേൺസ് ടു ഇംഗ്ലണ്ട് ആൻഡ് ബിക്കംസ് delusioned with the hypocrisy and corruption of society. അപ്പോൾ ആള് പുറത്തുനിന്ന് ലണ്ടനിൽ തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഹിപ്പോക്രസി, ഞാൻ പറഞ്ഞു രജിസ്ട്രേഷൻ ഏജിലെ സമയത്ത് കുറെ ആർട്ടിഫിഷ്യാലിറ്റിയും ഓക്കെ കുറെ ഇങ്ങനെ ഫേക്ക് ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് ആൾക്കാർക്ക്. അപ്പൊ ഇത് കണ്ടിട്ട് ഈ നേവൽ ഓഫീസർ മാൻലി എന്താണ് ഭയങ്കരമായിട്ട് തെറ്റിപ്പോവാണ്. അത് കഴിഞ്ഞിട്ട് ആള് ഭയങ്കര പ്ലെയിൻ ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാരോട് ഡീൽ ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്, ദ പ്ലെയിൻ ഡീലർ. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് മൊളിയാറിന്റെ വർക്ക് ആണ് ദ മിസ് ആന്ത്രോപ്പ്. മിസ് ആന്ത്രോപ്പി എന്നാണ് ഈ വർക്ക് എഴുതിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ, കാരണം ഇങ്ങനെ ചോദ്യം വരാം. ഈ പ്ലെയിൻ ഡീലർ എന്നുള്ള വർക്ക് എവിടെ നിന്ന് ഇൻസ്പയർ ആയതാണ്? അപ്പൊ മോളിയാറിന്റെ മിസ് ആന്ത്രോപ്പ് എന്നാണ് ഇൻസ്പയർ ആയത്. ഓക്കെ, വില്യം വിച്ചേർലിന്റെ വർക്ക്സ് ഏതൊക്കെയാണ്? ടെൽ മീ. നമ്മൾ ഡിസ്കസ് ചെയ്തു ലവ് ഇൻ എ വുഡ്, വുഡിൽ പോയി, ദ ജെന്റിൽമെൻ ഡാൻസിങ് മാസ്റ്റർ, കൺട്രി വൈഫ് അല്ലെ, അത്രയും നമ്മൾ ഓർത്തു. കൺട്രി വൈഫ്, പിന്നെ ദ മാൻ ഓഫ് ദ മോഡ്, ദ പ്ലെയിൻ ഡീലർ. ഓക്കെ, ഇത്ര ഓർത്തു വെക്കുക. എനിക്കറിയാം ആദ്യ പ്രാവശ്യം തന്നെ പഠിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മ കിട്ടില്ല, പക്ഷെ നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ഓർഡറിൽ പറയാണ് എഴുതി നോക്കുകയാണെങ്കിൽ യു വിൽ റിമെമ്പർ ദാറ്റ്. ഓക്കെ, ക്രോണോളജിയിൽ തന്നെ കഴിവതും പഠിക്കാൻ ശ്രമിക്കുക, ബിക്കോസ് UGC NET loves chronology. ഓക്കെ, യെസ്, വില്യം വിച്ചേർലി ഡൺ. അപ്പൊ നമ്മൾ ആരൊക്കെ കണ്ടു? വില്യം വിച്ചേർലി, ആഫ്ര ബെൻ ആൻഡ് ജോർജ് എത്രിഡ്ജ്. ഓക്കെ, ഓക്കെ ക്ലാസ്. Now we will go to Thomas Otway. Thomas Otway. Thomas Otway, ഒരു ഇംഗ്ലീഷ് playwright and poet ആണ്. He is known for his tragic plays and his influence on the development of English theatre. അപ്പൊ ആളുടെ നമുക്ക് ആദ്യം വർക്ക്സ് ഒന്ന് നോക്കാം. അത്ര നല്ല പേരുകളൊന്നും അല്ല കേട്ടോ വർക്ക്സിന്. പക്ഷേ ദി ഓഫൻ ആൻഡ് അൺഹാപ്പി മാരേജ്, മെനി ടൈംസ് അതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അവർ അൺഹാപ്പി മാരേജിന് തരും, അല്ലെങ്കിൽ ഓഫറിന് തരും. അപ്പൊ ഈ പേര് മറക്കരുത്. ഓക്കെ, ഓക്കെ. അപ്പൊ LCB days. Okay, Otway's first play, a tragedy that explores the life of ancient Greek statesmen. ഓക്കെ, ഒരു ഗ്രീക്ക് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു LCB ഡേയ്സ്. ഓക്കെ, അപ്പൊ ആളുടെ കഥയാണ് തോമസ് ഓട്ട്വേ എഴുതിയേക്കുന്നത് LCB ഡേയ്സ്. അപ്പൊ ഇതിൽ മെയിൻ ക്യാരക്ടർ ആരാണ്? LCB ഡേയ്സ് ആണ്. പിന്നെ ടീറ്റസ് ആൻഡ് ബെർണീസ്. ഓക്കെ, a tragedy that tells the story of the Roman emperor Titus and his ലവറുടെ കഥയാണ് അതിലുള്ളത്. അപ്പൊ മെയിൻ ക്യാരക്ടർ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ടൈറ്റിൽ തന്നെ അതാണ്. LCB ഡേയ്സ്, ടീറ്റസ് ആൻഡ് ബെർണീസ്. ഓക്കെ, then is The Cheats of Scapin. It's a comedy that adapts the French play. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പൊ അഡാപ്റ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്പയർ അയക്കുന്നത്, അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും വരിക. അപ്പൊ ലേസ് ഫോർബെറേസ് ഡെ സ്കാപ്പിൻ എന്ന് പറഞ്ഞ മോളിയർ, നമ്മൾ കുറച്ചു മുമ്പേ മോളിയറിനെ കണ്ടു, മോളിയറിന്റെ മിസ് ആന്ത്രോപ്പ് അല്ലെ. അപ്പൊ ആ വർക്ക് പോലെ തന്നെ ഫ്രഞ്ച് പ്ലേ ആയ ലെസ് ഫോർബെറേസ് ഡി സ്കാപ്പിൻ എന്നുള്ള വർക്കിൽ നിന്നാണ് തോമസ് ഓട്ട്വേ ഇൻസ്പയർ ആയിട്ട് ദ ചീറ്റ്സ് ഓഫ് സ്കാപ്പിൻ എഴുതിയേക്കുന്നത്. നെക്സ്റ്റ് വർക്കാണ് ദി ഓഫൻ അല്ലെങ്കിൽ ദി അൺഹാപ്പി മാരേജ്. ഇറ്റ് ഇസ് എ play is a tragedy that tells the story of a young woman named Monimia who is forced to navigate a complex web of love, family secrets and betrayal. അപ്പോ എന്താണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ മോണിമിയാണ്. അപ്പൊ മോണിമിയന്റെ അൺഹാപ്പി മാരേജ്, നമ്മുടെ ജീവിതം, അങ്ങനത്തെ കുറച്ച് ബിട്രേയൽ, അങ്ങനത്തെ കുറച്ച് തീംസ് ടച്ച് ചെയ്യുന്ന ഒരു വർക്കാണ്. ഓക്കെ, യെസ്, ഓഫനിലെ മെയിൻ ക്യാരക്ടറിന്റെ പേര് ഓർത്തു വെക്കുക, രണ്ട് ടൈറ്റിൽസ് ഓർത്തു വെക്കുക, ദി അൺഹാപ്പി മാരേജ്, ഓഫൻ. പിന്നെയാണ് വെനിസ് പ്രിസർവ്ഡ്. ഈ വർക്ക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓട്ട്വേസ് വർക്ക്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ്. നമ്മളിപ്പോ ഒരു ഗ്രീക്ക് പേര് കണ്ടു അല്ലെ, LCBDS ആൻഡ് ടീറ്റസ് ആൻഡ് ബെറിനിസ്, ദ ചീറ്റ്സ് ഓഫ് സ്കാപ്പിൻ, ദി ഓഫൻ ആൻഡ് അൺഹാപ്പി മാരേജ്. ഓക്കെ, വെനിസ് പ്രിസർവ്ഡ് ഈ വർക്കാണ്. അപ്പൊ വെനിസിന്റെ എന്താണ് 17th century വെനിസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വർക്കാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, അപ്പൊ തോമസ് ഓട്ട്വേ ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ കുറച്ച് റൈറ്റിംഗ്സ് ആണ് നമുക്കുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞ ഓഫൻ അല്ലെങ്കിൽ ദി അൺഹാപ്പി മാരേജ്. ഓക്കെ, ചീറ്റ്സ് ഓഫ് സ്കാപ്പിൻ മോളിയറിന്റെ തന്നെ ഒരു എന്താണ് ഫ്രഞ്ച് പ്ലേ ആയ ലെസ് ഫോർബിയറിയസ് ഡി സ്കേപ്പിന് ഇൻസ്പയർ ആയിട്ട് എഴുതിയതാണ്. വെനിസ് പ്രിസർവ് 17th century വെനിസില് എന്താണ് അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വർക്കാണ്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു ഗ്രീക്ക് സ്റ്റേറ്റ്സ്മെൻസ് ആയ
അൽസിബിഡിയസിന്റെ കഥയും ടീറ്റസ് ബെറിനിസ് എന്ന് പറഞ്ഞ അവരുടെ ലവ് ആ ട്രാജഡി ഓഫ് ദ ലവ് സ്റ്റോറി ആണ് ഈ വർക്കിലുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. Now we have John Vanbrugh. Okay, John Vanbrugh. He is an English playwright, architect and politician. ആളുടെ വർക്കാണ് The Relapse അല്ലെങ്കിൽ Virtue in Danger. Very very important. Many times ഇതിന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ കോലി സിബർ, ഓക്കെ, ഞാൻ ആ ലിസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ കോലി സിബർ ആരാന്നൊന്നും ഒന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡ്രമാറ്റിസിലെ 7th പേര് നോക്കൂ, കോലി സിബർ. അപ്പൊ കോലി സിബറിന്റെ വർക്കിലെ ഒരു സീക്വൽ ആയിട്ടാണ് എന്താണ് നമ്മുടെ ജോൺ വാൻബ്ര ഈ വർക്ക് എഴുതിയേക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഡീറ്റെയിൽസ് എന്തായാലും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഓർത്ത് വെക്കണം. ഓക്കെ, ജോൺ വാൻബ്ര ഹിയർ. സോ എന്താണ്, ഇറ്റ്സ് ദ പ്ലേ ഇസ് എ സീക്വൽ ടു കോലി സിബേഴ്സ് ലവ് ലാസ്റ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ദ ഫൂൾ ഇൻ ഫാഷൻ. ലവ് ലാസ്റ്റ് ഷിഫ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ദ ഫൂൾ ഇൻ ഫാഷൻ. അപ്പൊ ലവിന്റെ ലാസ്റ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫൂൾ ഇൻ ഫാഷൻ എന്നുള്ള വർക്കിന്റെ സീക്വൽ ആണ് ദ റിലാപ്സ് അല്ലെങ്കിൽ വെർച്യൂ ഇൻ ഡേഞ്ചർ. ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ടോം ഫാഷൻ, എ യങ് മാൻ who after being reformed by his wife reverts to his old ways. അപ്പൊ ഭാര്യ ആളെ നന്നാക്കി എടുത്തായിരുന്നു, പക്ഷെ എന്ത് സംഭവിച്ചു, ആള് റിലാപ്സ് ആയി, ആള് എങ്ങനെയായിരുന്നു അതിന്റെ തിരിച്ച് ബിഹേവിയറിൽ വന്നു. ഇങ്ങനത്തെ ഒരു കഥയാട്ടോ. It can be a comedy. അപ്പോൾ The Relapse, Virtue in Danger, ടോം ഫാഷനെ കുറിച്ചൊരു കഥയാണ്. ആഫ്റ്റർ ഹിസ് വൈഫ് റിഫോംസ് ഹിം, അല്ലെ, വൈഫ് നന്നാക്കി കഴിഞ്ഞിട്ട് ആള് തിരിച്ച് ആളുടെ ഓൾഡ് വേസിലേക്ക് തിരിച്ചു വരികയാണ്. ഇത് കോലി സിബറിന്റെ എന്താണ് ലവ് ലാസ്റ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ദ ഫൂൾ ഇൻ ഫാഷൻ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ നെയിം ഫാഷൻ ആണ്. കോലി സിബറിന്റെ വർക്ക് ദ ഫൂൾ ഇൻ ഫാഷനും എന്താണ്, ഇറ്റ്സ് ടൈറ്റിൽ ഹാസ് ഫാഷൻ ഇൻ ഇറ്റ്. ഓക്കെ. Okay, next is the provoked wife. Provoked wife is also asked many a times. Appo this title orthu vechalu madi. A comedy that tells the story of Lady Brute, a strong-willed woman. Okay, Lady Brute, driven to rebellion by her husband's infidelities and mistreatment. Appo endana Lady Brute aanu idile main character, the wife, sorry, the provoked wife. Okay, ഒരു കോമഡി ആണ്. ഒരു ഭയങ്കര സ്ട്രോങ് വിൽഡ് ആയ ഒരു സ്ത്രീ ഉണ്ട്. പക്ഷെ ഷീ ഈസ് എന്താണ് ഡ്രിവൻ ടു റെബലിയൻ ബൈ ഹർ ഹസ്ബൻഡ്സ് ഇൻഫിഡിലിറ്റീസ്. അപ്പോൾ ഹസ്ബൻഡിന്റെ നല്ല സ്വഭാവങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യാണ്, പ്രൊവോക്ക് ആവുകയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ഓക്കെ, സോ യു ഷുഡ് റിമെമ്പർ ദിസ്. അപ്പം ദ റിലാപ്സ്, ദ പ്രൊവോക്ഡ് വൈഫ്, ലേഡി ബ്രൂട്ട് എന്നാട്ടോ ഇതിന്റെ മെയിൻ ക്യാരക്ടറിന്റെ പേര്. പിന്നെയാണ് ദ കോൺഫിഡറൻസി, the comedy that tells the story of a group of women who conspire against their husband and lovers. അപ്പൊ ഇത്ര നേരം നമ്മൾ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ആൾക്ക് റിലേഷൻഷിപ്പ് ബേസ്ഡ് എന്താണ് നോവൽസ് എഴുതാൻ ഇഷ്ടമാണ്, അല്ലെ. അപ്പൊ കോൺഫിഡൻസി ഈസ് അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് വുമൻ ഹു ആർ കൺസ്പയറിംഗ് അഗൈൻസ്റ്റ് their husbands and lovers. പിന്നെയാണ് മിസ്റ്റേക്ക്, എ കോമഡി that tells the story of a young man who becomes embroiled in a series of misunderstandings and mistaken identities. അപ്പൊ തെറ്റ് സംഭവിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഹിസ് ഫ്രാഗ്മെന്റ് ഓഫ് പ്രൊവോക്ഡ് ഹസ്ബൻഡ്. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പേ പ്രൊവോക്ഡ് വൈഫ് കണ്ടു, അല്ലെ, ലേഡി ബ്രൂട്ട്. അപ്പൊ ആളൊരു വേറെ ഒരു വർക്ക് എഴുതിയായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ആ വർക്കിന്റെ പേരാണ് ദ പ്രൊവോക്ഡ് ഹസ്ബൻഡ്. പക്ഷെ ഇതിനെ കംപ്ലീറ്റ് ചെയ്തത് ആരാണ്, സിബർ ആണ്. ഓക്കെ, നമ്മൾ സിബറിന്റെ വർക്ക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ പ്രൊവോക്ഡ് ഹസ്ബൻഡ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രൊവോക്ക് എന്നുള്ള വേർഡ് മാത്രമേ നമുക്ക് കാര്യമായിട്ട് ഓർമ്മയുള്ളൂ. അപ്പൊ ക്വസ്റ്റനിൽ ജോൺ വാൻബ്രാൻഡ് ചെയ്ത വർക്ക്സ് ആണ് നമ്മൾ പ്രൊവോക്ഡ് ഹസ്ബൻഡ് അങ്ങനെ ടിക്ക് ചെയ്തിട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പ്രൊവോക്ഡ് വൈഫ് ആണ് നമ്മുടെ ജോൺ വാൻബ്ര എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ വർക്ക്സ് ആണ് എഴുതിയേക്കുന്നത്, റിലാപ്സ് സംഭവിച്ചു, അല്ലെ, വൈഫ് നന്നാക്കി കൊണ്ടുവന്നൊക്കെ തിരിച്ചു വന്നു. അപ്പൊ വൈഫിന് എന്ത് വന്നു, ദേഷ്യം വന്നു. ദ പ്രൊവോക്ഡ് വൈഫ്. ഓക്കെ, ദ റിലാപ്സ്, പ്രൊവോക്ഡ് വൈഫ്. പിന്നെ വൈഫ് ഒക്കെ ചിന്തിച്ചു ശരിയാവില്ല, അപ്പൊ ദേ മെറ്റ്. ഓക്കെ, ദ കോൺഫിഡൻസി ആൻഡ് ദെൻ ദേഴ്സ് മിസ്റ്റേക്ക്. അവർ മനസ്സിലാക്കാണ് ഇത് വലിയ മിസ്റ്റേക്ക് ആണ്, അവർ ഒരിക്കലും നന്നാവില്ല എന്ന് മനസ്സിലാക്കാണ്. ഓക്കെ, സോ ജോൺ വാൻബ്രന്റെ വർക്ക്സ് ഏതൊക്കെയാണ്, ടെൽ മീ. ദ റിലാപ്സ്, the provoked wife, confidence, mistake. കണ്ടോ, ഓർത്ത് വെച്ചില്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ്, now we will move to William Congreve. Okay, William Congreve, very important. ഈ വില്യം വിച്ചേർലി, വില്യം കോൺഗ്രീവ്, ജോൺ വാൻബ്ര, very very important. Okay, ഓക്കെ, ഈ ആക്ച്വലി റെസ്റ്റോറേഷൻ പ്ലേ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചാണ് ഇവരൊക്കെ ഈ പേരുകളൊക്കെ വരിക. നമുക്ക് കുറെ പ്രാവശ്യം ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ളത് മാച്ച് ദ ഫോളോയിങ്ങിൽ വരില്ലേ, അപ്പൊ അതേപോലെ റെസ്റ്റോറേഷൻ ഡ്രമാറ്റിക്സ് എന്ന് പറഞ്ഞ മാച്ച് ദ ഫോളോയിങ്ങിൽ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പേരുകൾ ഒരിക്കലും മറക്കരുത്. പിന്നെ ഇതിന്റെ ഓർഡർ ഓർത്ത് വെക്കുക കേട്ടോ, കാരണം അങ്ങനത്തെ ഒരു വർക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാതേ ഉള്ളൂ.
നെക്സ്റ്റ് ആണ് ഇൻകോഗ്നിറ്റ അല്ലെങ്കിൽ ലവ് ആൻഡ് ഡ്യൂട്ടി റീകൺസൈൽഡ്. ഓക്കെ, അപ്പോൾ നോവൽ ടെൽസ് എ സ്റ്റോറി ഓഫ് എ യങ് വുമൻ നെയിംഡ് ഇൻകോഗ്നിറ്റ ഹു ഡിസ്ഗൈസ് ആസ് എ മാൻ ടു എസ്കേപ്പ് അറേഞ്ച് മാരേജ്. നമുക്ക് ആദ്യം വർക്ക്സ് ഒന്ന് റീഡ് ചെയ്യാം. ഇൻകോഗ്നിറ്റ, ദ ഓൾഡ് ബാച്ചുലർ, ദ ഡബിൾ ഡീലർ. നമ്മൾ പ്ലെയിൻ ഡീലർ കണ്ടായിരുന്നു അല്ലെ, അപ്പൊ ഇത് ഡബിൾ ഡീലർ ആണ്, അത് ഓർത്ത് വെക്കണം, മിക്സ് ആവരുത്. പിന്നെ ലവ് ദ മോർണിംഗ് ബ്രൈഡ്, ദ വേ ഓഫ് ദ വേൾഡ്. വില്യം കോൺഗ്രീവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്ക് എന്ന് പറയാം ദ വേ ഓഫ് ദ വേൾഡ്. ഇതിന്റെ സമ്മറി നിങ്ങൾ എന്തായാലും വായിക്കണം. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ്, വേ ഓഫ് ദ വേൾഡ്. ഓക്കെ, അപ്പൊ വേ ഓഫ് ദ വേൾഡ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, പക്ഷെ അതിന്റെ മുമ്പ് ഈ വർക്ക്സ് ഒന്ന് ഓർത്ത് വെക്കാം. ഇൻകോഗ്നിറ്റ, ദി ഓൾഡ് ബാച്ചിലർ. അപ്പൊ ഇൻകോഗ്നിറ്റയിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അറേഞ്ച് മാരേജ് എന്താണ്, അറേഞ്ച് മാരേജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷി ഡിസ്ഗൈസസ് ഹെർസെൽഫ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഇൻകോഗ്നിറ്റ. അപ്പൊ ഈ ഒരു സമ്മറി ഓർത്ത് വെക്കാം. ഇൻകോഗ്നിറ്റ, അതെന്തുകൊണ്ടായിരുന്നു അവൾക്ക് കല്യാണം കഴിക്കാതെ ആഗ്രഹമില്ലായിരുന്നു? ബിക്കോസ് അവളുടെ ഒരു ഓൾഡ് ബാച്ചിലറിലായിരുന്നു കെട്ടാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ഡീലിങ്സ് തന്നെ നടന്നിട്ടുണ്ട്. അവളുടെ ഫാമിലി രണ്ടും ഹാപ്പി ആയിരുന്നു. സോ ദർ വാസ് എ ഡബിൾ ഡീലിംഗ്. ഓക്കെ, ദ ഡബിൾ ഡീലർ. പിന്നെ എന്ത് ചെയ്യാണ്, ലവ് ഫോർ ലവ്. എല്ലാവരും പറയണ സാറില്ല, ഏജ് ഇസ് ജസ്റ്റ് നമ്പർ, യു ഷുഡ് ലവ് എവ്രി വൺ. ആൻഡ് ഷീ ഫൈനലി അഗ്രീസ് ടു മാരി. ഓക്കെ, ആൻഡ് ദാറ്റ്സ് വൈ ഷീ ഈസ് ദ മോർണിംഗ് ബ്രൈഡ്. പിന്നെ ദേ സേ ദാറ്റ് ഇറ്റ്സ് ദ വേ ഓഫ് ദ വേൾഡ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? ഇൻകോഗ്നിറ്റ അല്ലെ, ഇൻകോഗ്നിറ്റ, ദി ഓൾഡ് ബാച്ചുലർ അല്ലെ, പിന്നെ ഡബിൾ ഡീലർ. ഡബിൾ ഡീലർ കഴിഞ്ഞിട്ട് ലവ് ഫോർ ലവ്. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ് ദ മോർണിംഗ് ബ്രൈഡ് ആൻഡ് വേ ഓഫ് ദ വേൾഡ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. വില്യം കോൺഗ്രീവിന്റെ ഇൻകോഗ്നിറ്റ. ഇൻകോഗ്നിറ്റ ഇസ് സാഡ് ബിക്കോസ് ഷീ ഈസ് ഗോയിങ് ടു മാരി ആൻ ഓൾഡ് ബാച്ചുലർ. ഓൾഡ് ബാച്ചുലർ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ദ ഡബിൾ ഡീലർ. ഫാമിലീസ് ആർ ഹാപ്പി, double dealer. And then you say that people are saying love for love. So love for love. And then you have the morning bride. Finally, love for love ആണെന്നൊക്കെ പറഞ്ഞ് they are like set to marry. അപ്പോൾ morning bride, പിന്നെ way for the world. Okay, ഓർമ്മയുണ്ടോ? Okay, incognita, old bachelor. And then you have old bachelor ആണ്, double dealer, love for love, morning bride, way of the world. Okay, ഇൻകോഗ്നിറ്റോന്റെ സ്റ്റോറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓൾഡ് ബാച്ചിലർ എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് കോമഡി ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹാർട്ട്വെൽ. ഞാൻ ആക്ച്വലി ഈ വർക്ക്സിന്റെ ഒക്കെ കൂടെ ഷോർട്ട് സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ സമ്മറി ഒന്ന് ഇത്രയെങ്കിലും ഒന്ന് വായിക്കാനാണ് അത് കൊടുത്തേക്കുന്നത്. കാരണം മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ, നിങ്ങൾ എങ്ങാനും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയൊരു ഇൻഫർമേഷൻ നിങ്ങൾ യൂസ്ഫുൾ ആവാനാണ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. It's a comedy that tells the story of Hartwell, a confirmed bachelor who unexpectedly falls in love with a young woman. Okay, നമ്മുടെ ഇൻകോഗ്നിറ്റ ആണത്. മറ്റേ സ്റ്റോറി ഇതിൽ ആഡ് ചെയ്യരുത്, മിക്സ് ആക്കരുത്. ഓക്കെ, പിന്നെയാണ് ദ ഡബിൾ ഡീലർ, കോമഡി ദ ടെൽസ് ദ സ്റ്റോറി ഓഫ് മെലിഫോണ്ട്, എ യങ് മാൻ ഹു ബിക്കംസ് എംബ്രോയിഡർഡ് ഇൻ എ കോംപ്ലക്സ് വെബ് ഓഫ് ലവ്, ഡിസെപ്ഷൻ ആൻഡ് ബിട്രയൽ. അപ്പൊ മെലിഫോണ്ടിന്റെ ഒരു അവൻ എല്ലാ കാര്യത്തിലും പെട്ടുപോയ ഒരു കഥയാണത്. ഓക്കെ, പിന്നെ ലവ് ഫോർ ലവ് ടെൽസ് ദ സ്റ്റോറി ഓഫ് വാലന്റീൻ ലെജൻഡ്, എ യങ് മാൻ ഹു ഫീൽസ് മാഡ്നസ് ടു അവോയ്ഡ് പേയിങ് ഹിസ് ഡെബ്റ്റ്സ് ആൻഡ് ടു വിൻ ദ ഹാർട്ട് ഓഫ് ഹിസ് ബിലവഡ് ആഞ്ചലിക്ക. അപ്പോ എന്താണ്, ഡെപ്ത് കുറെ ഉണ്ട് അല്ലെ, കടങ്ങൾ കുറെ വീട്ടാനുണ്ട്. അപ്പൊ ആൾ എന്ത് ചെയ്യാണ്, ആള് ഫീയിങ് മാഡ്നസ് ജസ്റ്റ് ലൈക്ക് സംവൺ, ഹാംലെറ്റ് അല്ലെ, വില്യം ഷേക്സ്പിയറിലെ ഹാംലെറ്റ് ഫീയിങ് മാഡ്നസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വാലന്റീൻ ലെജൻഡ് എന്താണ്, ഫീയിങ് മാഡ്നസ് ചെയ്യാണ്. എന്തുകൊണ്ട്? ആൾക്ക് ഡെപ്റ്റ് പേ അല്ലെ, കടങ്ങൾ തീർക്കാനുണ്ട്. അപ്പോ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അറിയാത്ത പോലെ അഭിനയിക്കുകയാണ് അല്ലെ. പിന്നെ ദ മോർണിംഗ് ബ്രൈഡ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ യങ് വുമൻസ് ട്രാജിക് ഫേറ്റ്. പിന്നെ now coming to the most important, the way of the world അല്ലെ. The play tells the story of Mirabel, a charming and witty young man who is determined to win the heart of Millamant. അപ്പൊ മിറാബെൽ, മിലാമെന്റ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വാക്കാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. മിറാബെൽ. ഓക്കെ, മിറാബെൽ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ആരെ ഇഷ്ടമാണ്? മിലാമെന്റ്. മിറാബെൽ, മിലാമെന്റ്. However, a beautiful, sorry, young man ആട്ടോ. Sorry, Mirabel is a young man. Okay, and Millamant is a woman. Okay, however, their love is threatened by the opposition of Millament's aunt. അപ്പോൾ of course എന്താണ്, ഗേളിന്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് പ്രശ്നം. അപ്പൊ മിലാമെന്റിന് ഒരു ആണ്ട് ഉണ്ട്. ആണ്ടിന്റെ പേരാണ് ലേഡി വിഷ്ഫോർട്ട്. അപ്പൊ ആൾ ഈ ഒരു എന്താണ് കല്യാണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് അഗ്രി ചെയ്യുന്നില്ല. കാരണം ആൾക്ക് മിലാമെന്റിന് വേറൊരാളെയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് സർ വിൽഫുൾ വിറ്റ്വാങ്. നിങ്ങൾ വിചാരിക്കും എല്ലാ ഡബ്ല്യു ഇങ്ങനത്തെ ഉള്ള ഒരു വേർഡ്സ് ആണ് ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ. അപ്പൊ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? മിറാബെൽ. Okay, Mirabel is a young man. Okay, he's a young man and he wants to marry
മിലാമെന്റ്. മിറാബെൽ, മിലാമെന്റ്. ഓക്കെ, എം എന്ന് ഓർത്താൽ മതി, അവർ രണ്ടുപേരുടെ പേര് എം എന്നാണ്. പക്ഷെ ഈ മിലാമെന്റിന് ഒരു ആണ്ട് ഉണ്ട് ആൻഡ് ഷീ ഈസ് നോട്ട് എഗ്രി. അപ്പൊ ആണ്ടിന്റെ പേരാണ് ലേഡി വിഷ്ഫോർട്ട്, അല്ലെ, സ്വന്തം ആഗ്രഹങ്ങൾ. അപ്പൊ ലേഡി വിഷ്ഫോർട്ട്. ലേഡി വിഷ്ഫോർട്ടിന്റെ ആഗ്രഹം എന്താണ്? അവള് സർ വിൽഫുൾ വിറ്റ്മൗണ്ടിനെ കല്യാണം കഴിക്കണം. ഓക്കെ, അപ്പൊ വിഷ്ഫോർട്ടിന്റെ ആഗ്രഹം വിൽഫുൾ. വിഷ്, വിൽ, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ഇത്തിരി കൺഫ്യൂസിങ് നെയിംസ് ആണ് ആക്ച്വലി. ഇത് നിങ്ങൾ എന്താണ് ഇതിന്റെ സമ്മറി എന്തായാലും വായിക്കണം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഞാൻ കുറച്ചു നേരം അതിന്റെ ക്യാരക്ടേഴ്സിന്റെ പേരൊന്ന് നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ ഇവിടെ 3-4 പ്രാവശ്യം പറഞ്ഞത്. പിന്നെയാണ് ഇറ്റ് എൻഡ്സ് വിത്ത് റീകൺസിലേഷൻ ഓഫ് പെറ്റുലന്റ് വിറ്റ്വുഡ്. ഓക്കെ, ഇങ്ങനത്തെ ഒരാള് ലാസ്റ്റില് വരികയാണ്. ഓക്കെ, അതാണ് അതിന്റെ എൻഡിങ്. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ്ഡ് വില്യം കോൺഗ്രീവ്. വില്യം കോൺഗ്രീവിന്റെ ആരൊക്കെയായിരുന്നു? ഇൻകോഗ്നിറ്റ, പിന്നെ ദി ഓൾഡ് ബാച്ചുലർ, and then you have old bachelor കഴിഞ്ഞിട്ട് double dealer, love for love, morning bride, way of the world. Okay, ഇതിലെ way of the world very important. അതിലെ 3-4 ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ എം എന്നാണ് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ്, മിറാബെൽ ആൻഡ് മിലാമെന്റ്. മിലാമെന്റിന്റെ എന്താണ് ആണ്ടാണ് ആര്? ലേഡി വിഷ്ഫോർട്ട്. ലേഡി വിഷ്ഫോർട്ട് wants her to marry Sir Wilful Wishfort, Wilful Whitmount. Okay, okay class, clear? ഓക്കെ, നൗ ലെറ്റ്സ് മൂവിങ് ഫോർവേഡ്. കോലീസ് സിബർ. നമ്മൾ കോലീസ് സിബറിനെ ഇപ്പൊ എവിടെ വായിച്ചു, എവിടെ കണ്ടു? നമുക്കറിയാം ഒരു സീക്വൽ എഴുതിണ്ടായിരുന്നു അല്ലെ, ആളുടെ സീക്വൽ ആയിരുന്നു നമ്മൾ കുറച്ചു മുമ്പേ കണ്ടത്. പിന്നെ ഓക്കെ, നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, യെസ്, ലവ് ലാസ്റ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫൂൾ ഇൻ ഫാഷൻ ജോൺ വാൻബ്ര ഡിസ്കസ് ചെയ്തപ്പോ ലവ് ലാസ്റ്റ് ഷിഫ്റ്റ് നമ്മൾ പറഞ്ഞു ടോം ഫാഷൻ അല്ലെ. ദ ഫൂൾ ഇൻ ഫാഷന്റെ സീക്വൽ ആണ് ഈ വർക്ക് കോലീസ് സിബർ. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോലീസ് സിബറിനെയാണ്. കോലീസ് സിബർ, യെസ്, ദിസ് മാൻ. അപ്പൊ ഇംഗ്ലീഷ് ആക്ടർ, പ്ലേ റൈറ്റ് ആൻഡ് പോയറ്റ് ലോറിയേറ്റ് ആണ് കേട്ടോ, ഓർത്ത് വെക്കണം. പോയറ്റ് ലോറിയേറ്റ് ആയിരുന്നു. നമുക്കറിയാം ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. വിച്ച് among the following statements is true about കോലീസ് സിബർ? അപ്പൊ ആളൊരു പോയറ്റ് ലോറിയേറ്റ് ആയിരുന്നോ എന്നുള്ള ചോദ്യം വരും. 1730 ആൾക്ക് പോയറ്റ് ലോറിയേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ ഇത്ര പഴയ ഒരു ആളല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറേഷൻ ഏജ് ഒക്കെ സമയത്ത് ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ക്രോസ് ചെയ്യും. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, പോയറ്റ് ലോറിയേറ്റ് കിട്ടിയ ഒരു റൈറ്റർ ആണ് കോലി സിബർ. ഇനി ആക്ച്വലി കോലി സിബർ അത്രയ്ക്കും നല്ലൊരു റൈറ്റർ ആണെന്ന് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ പോപ്പിന്റെ ഒരു വർക്ക് ഉണ്ട്, ഡൺസിയാണ്. ഓക്കെ, അതില് ഈ കോലി സിബറിനെ ആള് എന്താണ് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് റോബർട്ട് ലവ് ആൻഡ് അലക്സാണ്ടർ പോപ്പ് ക്രിട്ടിസൈസ്ഡ് ഹിം ആസ് ക്രൂസിഫൈഡ് മോളിയർ ആൻഡ് ഹാപ്ലെസ് ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ആളെ. മോളിയറിനെ എന്താണ് ക്രൂസിഫൈ ചെയ്തു. പിന്നെ ഷേക്സ്പിയറിന്റെ അയ്യോ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു മിക്സ് ആണ് ആര്? കോലി സിബർ. ഓക്കെ, പിന്നെ പോപ്പ് സറ്റൈറിക്കൽ പോയമായ ദി ഡൺസിയർഡ് ഫീച്ചേഴ്സ് സിബർ ആസ് എ ചീഫ് ഡൺസ് ക്രിട്ടിസൈസിങ് ഹിസ് പോയട്രി ആൻഡ് തിയേട്രിക്കൽ കരിയർ. നമ്മൾ പോപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡൺസിയർഡ് വർക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് ഡിസ്കസ് ചെയ്യാം. അതില് ചീഫ് ഡൺസ് ആയിട്ട് സിബറിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും നല്ലൊരു പേരാണ് പോപ്പ് നമ്മുടെ സിബറിനെ കൊടുത്തിരിക്കുന്നത്, മനസ്സിലായി? ഇനി സിബറിന്റെ വർക്ക്സ് നമുക്ക് നോക്കാം. ലവ് ലാസ്റ്റ് ഷിഫ്റ്റ് അല്ലെ, നമ്മൾ കുറച്ചു മുമ്പേ കണ്ടു ലവ് ലാസ്റ്റ് ഷിഫ്റ്റ്. അപ്പൊ tells the story of a loveless, a rakish aristocrat. Okay, അരിസ്റ്റോക്രാറ്റിന്റെ കഥയാണ്. പിന്നെ then you have the careless husband. നമുക്കറിയാം, നമ്മളിപ്പോ കുറച്ച് വർക്ക്സ് ഒക്കെ കണ്ടു. ദി പ്രൊവോക്ഡ് വൈഫ് അല്ലെ, ലേഡി ബ്രൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ പ്രൊവോക്ഡ് ഹസ്ബൻഡ് കംപ്ലീറ്റ് ചെയ്ത ആളാണ് കോലീസ് സിബർ ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കാം. അപ്പൊ ഈ ലവ് ലാസ്റ്റ് ഷിഫ്റ്റിൽ എന്താണ് ഷിഫ്റ്റ് ആവുകയാണ് അല്ലെ. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ റിലാപ്സിൽ എന്തായിരുന്നു? ഹസ്ബൻഡ് ഷിഫ്റ്റ് ആയി പക്ഷെ റിലാപ്സ് ആവുകയാണ്. അതായിരുന്നു നമ്മുടെ ഈ വർക്കിന്റെ സീക്വൽ. ഈ വർക്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഷിഫ്റ്റ് ആവുന്ന കഥയാണ് അല്ലെ, വൈഫ് നന്നാക്കുന്ന കഥയാണ്. നെക്സ്റ്റ് കഥ എങ്ങനെയാണ് വൈഫ് നന്നാക്കിയിട്ട് തിരിച്ച് ആളുടെ വേസിലേക്ക് വരുന്ന കഥയാണ് ദ റിലാപ്സ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നൗ വി ഹാവ് ദ കെയർലെസ് ഹസ്ബൻഡ്. ഇങ്ങനെ ഈ പ്രൊവോക്ഡ് വൈഫ്, പ്രൊവോക്ഡ് ഹസ്ബൻഡ്, കെയർലെസ് ഹസ്ബൻഡ് മിക്സ് ചെയ്യരുത്, ഓർത്ത് വെക്കുക കേട്ടോ. The Careless Husband, a comedy that tells the story of Sir Charles Easy, a neglectful husband who learns to appreciate his virtuous wife. അല്ലെ, വേർച്വസ് ആയിട്ടുള്ള വൈഫിന്റെ വില മനസ്സിലാക്കി എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന കഥയാണ് ദ കെയർലെസ് ഹസ്ബൻഡ്. നൗ ഷീ വുഡ് ആൻഡ് ഷീ വുഡ് നോട്ട്. നമ്മൾ കുറച്ചു മുമ്പേ ഡിസ്കസ് ചെയ്തായിരുന്നു ഷീ വുഡ് ഇഫ് ഷീ കുഡ് അല്ലെ. നമ്മൾ എന്ത് പറഞ്ഞപ്പോഴാണ്? കോമഡി റിവെഞ്ച്, ടെയിൽ ഇൻ എ ടബ് അല്ലെ.
അതേ അതിന്റെയാണ് അത് കഴിഞ്ഞിട്ട് ഷീ കുഡ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെ ഒരു വർക്ക് ആണ് ഷീ വുഡ് ആൻഡ് ഷീ വുഡ് നോട്ട്. ഇതിൽ ആക്ച്വലി 2 സിസ്റ്റേഴ്സിന്റെ കഥയാണ്. ഒരു സിസ്റ്ററിന് എന്താണ് ഇത് ആക്ച്വലി നമ്മുടെ ഫ്രോസൺ അല്ലെ, ഡിസ്നിയിലെ ഫ്രോസണില് അതിന്റെ അനീത്തിയില് എൽസ ആൻഡ് ആന, അതിൽ ആന എന്താണ് നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ദാറ്റ് ഈസ് ഷീ വോണ്ട്സ് ടു മാരി ഫോർ ലവ്. അപ്പൊ അതേപോലെ തന്നെ ഒരു തീമാണ് ഇതിലുള്ളത്, ഷീ വുഡ് ആൻഡ് ഷീ വുഡ് നോട്ട്. അപ്പൊ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. വൺ സിസ്റ്റർ വാണ്ട്സ് ടു മാരി ഫോർ ലവ് അല്ലെ, സ്നേഹത്തിന് വേണ്ടി കല്യാണം കഴിക്കണം. പക്ഷെ മറ്റേ സിസ്റ്ററിന് സ്നേഹത്തിന് വേണ്ടിയല്ല, വേറെ കാര്യങ്ങളും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു കഥയാണ്. നെക്സ്റ്റ് യു ഹാവ് ദ പ്രൊവോക്ഡ് ഹസ്ബൻഡ് അല്ലെങ്കിൽ എ ജേർണി ടു ലണ്ടൻ, എ കോമഡി ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് മാരേജ് ബിറ്റ്വീൻ ലോർഡ് ആൻഡ് ലേഡി ടൗലി, എക്സ്പ്ലോർസ് ദ തീം ഓഫ് ലവ്, ഇൻഫിഡിലിറ്റി ആൻഡ് റിഡംഷൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിപ്പോ കെയർലെസ് ഹസ്ബൻഡ്, ദി എന്താണ് പ്രൊവോക്ഡ് ഹസ്ബൻഡ്, ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ നന്നായി ഇട്ടുണ്ട് അല്ലെ സിബർ. അപ്പൊ ഫസ്റ്റ് നമ്മൾ സിബറിന്റെ പറഞ്ഞത് ഏതാണ്? ലവ് ഷിഫ്റ്റ്, ലവ് ലാസ്റ്റ് ഷിഫ്റ്റ്, കെയർലെസ് ഹസ്ബൻഡ്. ഓക്കെ, ലാസ്റ്റ് ഷിഫ്റ്റ് പിന്നെ കെയർലെസ് ഹസ്ബൻഡിലേക്ക് വരുന്നു. ഷീ വുഡ് ആൻഡ് ഷീ വുഡ് നോട്ട്, ആൻഡ് ദെൻ യു ഹാവ് ദ പ്രൊവോക്ഡ് ഹസ്ബൻഡ്. ഓക്കെ, ഇതെങ്ങനെ ഓർത്ത് വെക്കാം? ലവ് ലാസ്റ്റ് ഷിഫ്റ്റ് ആവാണ്. കാരണം എന്തുകൊണ്ടായിരുന്നു ഷിഫ്റ്റ് ആക്കേണ്ടി വന്നത്? കാരണം ദ ഹസ്ബൻഡ് വാസ് എ കെയർലെസ് പേഴ്സൺ, സോ ദ കെയർലെസ് ഹസ്ബൻഡ്. അപ്പൊ അവൾക്ക് വേണമെങ്കിൽ, വൈഫിന് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഷീ വുഡ് ആൻഡ് ഷീ വുഡ് നോട്ട് അല്ലെ. അപ്പോ അങ്ങനെ മാറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ പ്രൊവോക്ക് ആവാണ് ഹസ്ബൻഡ്, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, എനിക്കറിയാം അത്ര നല്ല എന്താണ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ അത്ര നല്ലൊരു സ്റ്റോറി റൈറ്റിംഗ് അല്ല ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്, ബട്ട് ദിസ് വർക്ക്സ്. ഓക്കെ, an apology for the life of Collie Kibber. Okay, അപ്പൊ ആളുടെ തന്നെ ഒരു ബയോഗ്രഫിയാണ്. ഈ ബയോഗ്രഫീനെ കുറെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. പാവം മനുഷ്യൻ. ഡിസ്ക്രൈബ്സ് ദ ലൈഫ് ഇൻ എ പേഴ്സണൽ അനക്ഡോട്ടൽ ആൻഡ് റാംബ്ലിംഗ് സ്റ്റൈൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? കോളി സിബറിനെ കുറെ കളിയാക്കിയിട്ടുണ്ട് ആര്? നമ്മുടെ അലക്സാണ്ടർ പോപ്പ്. ലവ് ലാസ്റ്റ് ഷിഫ്റ്റ്, കെയർലെസ് ഹസ്ബൻഡ്, ഷീ വുഡ് ആൻഡ് ഷീ വുഡ് നോട്ട്, പ്രൊവോക്ഡ് ഹസ്ബൻഡ്. ഓക്കെ, ഇത്ര വർക്ക്സ് ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. ഒന്നുമില്ല, റൈറ്റേഴ്സിനെ ആദ്യം ഒന്ന് ഓർക്കുക. റൈറ്റേഴ്സിന്റെ ഇങ്ങനെ നമ്മൾ പറഞ്ഞ കഥ പോലെ 3-4 പ്രാവശ്യം ഈ വർക്ക്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എന്താണ് ഓർമ്മ കിട്ടും പെട്ടെന്ന്. ഓക്കെ, നെക്സ്റ്റ് യു ഹാവ് ജോർജ്. ഓക്കെ, ദിസ് പേഴ്സൺ ജോർജ് ഫാർക്വാർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഈസ് എൻ ആംഗ്ലോ-ഐറിഷ് പ്ലേറൈറ്റ് ആൻഡ് ആക്ടർ നോൺ ഫോർ ഹിസ് വിറ്റി ഇൻസൈറ്റ്ഫുൾ കോമഡി ഓഫ് മാനേഴ്സ്. അപ്പൊ ആളുടെ വർക്ക്സ് നമുക്ക് പെട്ടെന്ന് നോക്കാം. യെസ്, ആളുടെ വർക്കാണ് ലവ് ആൻഡ് എ ബോട്ടിൽ. ഓക്കെ, ലവ് ആൻഡ് എ ബോട്ടിൽ, ദ കോൺസ്റ്റന്റ് കപ്പിൾ, സർ ഹാരി വിഡ്ലെയർ, ദ റിക്രൂട്ടിംഗ് ഓഫീസർ, ബ്യൂക്സ് സ്ട്രാറ്റജം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ ഇവിടുന്ന് റിക്രൂട്ടിംഗ് ഓഫീസർ എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോ നമുക്കത് ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം വർക്ക്സ് ഒന്ന് പഠിച്ചു നോക്കാം. ലവ് ആൻഡ് എ ബോട്ടിൽ. ലവ് ആൻഡ് എ ബോട്ടിൽ, കുപ്പിയിൽ ലവ്. ഓക്കെ, ലെറ്റ്സ് സേ യു ലവ് എ ഡ്രിങ്ക്. ഓക്കെ, നിങ്ങൾക്ക് മാംഗോ ജ്യൂസ് ഇഷ്ടമാണ്. അപ്പൊ ഇറ്റ്സ് എ ലവ് ആൻഡ് എ ബോട്ടിൽ അല്ലെ. ഇറ്റ്സ് എ ബോട്ടിൽ ഫുൾ ഓഫ് ലവ്. അപ്പൊ ലവ് ആൻഡ് എ ബോട്ടിൽ ആൻഡ് ദർ എ കോൺസ്റ്റന്റ് കപ്പിൾ അല്ലെ. യു ആൻഡ് ദാറ്റ് ബോട്ടിൽ ഇസ് എ കോൺസ്റ്റന്റ് കപ്പിൾ. ലവ് ആൻഡ് എ ബോട്ടിൽ, കോൺസ്റ്റന്റ് കപ്പിൾ, സർ ഹാരി വിഡ്ലെയർ. ഇനി നിങ്ങൾ ചിലപ്പോൾ ആ ബ്രാൻഡിന്റെ പേര് ഓർത്താൽ മതി. ഓക്കെ, സർ ഹാരി. അതെങ്ങനെയും ഇതിൽ ആഡ് ചെയ്യുന്നു, ഐ ഹാവ് നോ ക്ലൂ. പിന്നെ സർ ഹാരി ഇസ് എ റിക്രൂട്ടിംഗ് ഓഫീസർ and he has a Instagram. അങ്ങനെ ഓർത്താൽ മതി. The Bucks Stratagem അവരുടെ ഇൻസ്റ്റഗ്രാം ആണെന്ന് ഓർത്താൽ മതി. It makes no sense, so let's skip it. Okay, ഇതിന്റെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. Okay, not a very good thing that I've told you. Anyway, അപ്പോൾ Love and a Bottle actually എന്താണ്? A comedy that tells the story of Robert, a young Irish man who falls in love with Lucinda, a beautiful and witty English woman. അപ്പൊ ലവ് ആൻഡ് എ ബോട്ടിൽ യു കെൻ ഓൾവേസ് അസ്യൂം അല്ലെ, രണ്ട് ലവേഴ്സിന്റെ കഥയാണ്. ആളൊരു ഐറിഷ് പ്ലേ റൈറ്റും കൂടിയാണ്. അപ്പൊ ഐറിഷ് ജെന്റിൽമാനും ഒരു ഇംഗ്ലീഷ് വുമൻ തമ്മിലുള്ള എന്താണ് അവരുടെ ഒരു ലവ് സ്റ്റോറിനെ കോമഡിക്കൽ ആയിട്ട് എഴുതിയ കഥയാണ് ലവ് ആൻഡ് എ ബോട്ടിൽ. കോൺസ്റ്റന്റ് കപ്പിൾ, കോമഡി ദ ടെൽസ് ദ സ്റ്റോറി ഓഫ് എ യങ് കപ്പിൾസ് കോർട്ട്ഷിപ്പ് ആൻഡ് മാരേജ്. അപ്പൊ അവരുടെ ആ ഡേറ്റിംഗ് പീരീഡും മാരേജിനെ കുറിച്ചാണ് കോൺസ്റ്റന്റ് കപ്പിൾ. ദെൻ ഇസ് സർ ഹാരി വിഡ്ലെയർ, Wild Air എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. Okay, a comedy that follows the adventures and charming of a charming but irresponsible young nobleman, Sir Harry. അപ്പൊ Sir Harryയുടെ കഥയാണ് ഇതിൽ ഉള്ളത്. Not very important work, but just ഓർത്തു വെക്കുക. The recruiting officer, comedy that tells the story of Captain Plume, a charismatic recruiting officer who arrives in this town of Shrewsbury to enlist soldiers for the war. അപ്പൊ
ഇതിലെ പേരുകൾ ഓർത്തു വെക്കുക. ക്യാപ്റ്റൻ പ്ലൂം ആണ്. ഷൂസ്ബെറി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് എന്താണ് റിക്രൂട്ട് ചെയ്യാണ് സോൾജേഴ്സ്. ഓക്കെ, and then you have the Buke's Stratagem, a comedy that tells the story of two young men who pose as master and servant to win the hearts of two എന്താണ് young women. Okay, George Farquhar. Okay, clear ആണോ? Love in a Bottle, Constant Couple, Sir Harry. Okay, and then you have Recruiting Officer and Buke's Stratagem. Clear? Next you have John Gay. Okay, John Gay, happy man. Okay, John Gay is an English poet, dramatist and songwriter. John Gay, the very important work ആണ് The Beggar's Opera. It is a very important work, I tell you, because John Gay എന്ന് ചോദിക്കുമ്പോൾ തന്നെ Match the Followingൽ വരുന്നത് The Beggar's Opera ആണ്. അപ്പോൾ don't miss it. Okay, it's a satirical ballad. Actually പറയുന്നത് ഈ ബാലഡിന്റെ ഫോമിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുവരെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ വർക്ക് തന്നെ ഈ ബെഗേഴ്സ് ഓപ്പറയാണ് കേട്ടോ. ഇപ്പൊ ഒരു ബാലഡ് ആണ്. ഇറ്റ്സ് എൻ ഓപ്പറ ദാറ്റ് ക്രിട്ടിക്സ് ദ കറപ്ഷൻ ആൻഡ് ഹിപ്പോക്രസി ഓഫ് ദി അപ്പർ ക്ലാസ്. അല്ലെ, ഇറ്റ്സ് ബാലഡ് ഓഫ് ഓപ്പറ ഇൻ 3 acts. 3 ആക്ടിൽ എഴുതിയേക്കുന്ന ഒരു ബാലഡ് ഓപ്പറയാണ്. ഇതിൽ മ്യൂസിക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജോൺ ക്രിസ്റ്റഫ് എന്ന് പറഞ്ഞൊരു പേഴ്സൺ ആണ്. ഈ ജോൺ ക്രിസ്റ്റഫ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, അപ്പോ മേ ബി യു ക്യാൻ എക്സ്പെക്ട് അല്ലെ. അപ്പൊ 3 ആക്ടിൽ എഴുതിയേക്കുന്ന ഒരു ബാലഡ് ഓപ്പറയാണ്. പിന്നെ പോളി എന്നുള്ള വർക്ക് ഇതിന്റെ സീക്വൽ ആണ് കേട്ടോ. ഇറ്റ്സ് എ സീക്വൽ ടു ബെഗേഴ്സ് ഓപ്പറ, ഓൾസോ എ സറ്റൈറിക്കൽ ബാലഡ് ഓപ്പറ. And then you have fables of Aesop അല്ലെ. അപ്പൊ അങ്ങനെ ഇൻസ്പയർ ആയിട്ട് അവിടുന്ന് ഇൻസ്പയർ ആയിട്ട് ഫേബിൾസ് ജോൺ ഗേ എഴുതിയിട്ടുണ്ട്. പിന്നെ 3 hours after marriage, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 3 hours after marriage എന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് 3 hours after marriage? ആക്ച്വലി നിങ്ങൾ ടൈറ്റിൽ തന്നെ കണ്ടിട്ട് എന്താ മനസ്സിലാവുന്നത്? കല്യാണം കഴിഞ്ഞിട്ടുള്ള 3 മണിക്കൂറുകൾ. അപ്പൊ ഈ 3 മണിക്കൂറുകൾ എന്തായാലും നമ്മൾ എന്താ ചിന്തിക്കാൻ ഭയങ്കര ബിസി ആയിട്ടുള്ള ടൈം. അങ്ങനെയാണ്. ഇറ്റ് ഈസ് എ കോമഡി വിച്ച് ഇസ് ഇൻ കൊലാബറേഷൻ ബിറ്റ്വീൻ ജോൺ ഗേ പോപ്പ് ആൻഡ് ജോൺ ആർബിനോട്ട്. ഓക്കെ, അപ്പൊ ഈ 3 പേര് നമ്മുടെ അലക്സാണ്ടർ പോപ്പും ജോൺ ഗേ ആൻഡ് ജോൺ ആർബിനോട്ട് എഴുതിയ ഒരു വർക്ക് ആണ്. പക്ഷെ ഇത് 1 ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. ഈ വർക്ക് അത്ര ഹിറ്റ് ആയില്ല. ഇവര് 3 പേര് ഒരുമിച്ച് എഴുതിയതാണെങ്കിലും. ഓക്കെ, അപ്പൊ ഈ വർക്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് ദ ന്യൂലി വെഡ് കപ്പിൾ ലോർഡ് ആൻഡ് ലേഡി ഫിഡ്ജറ്റ്. ഓക്കെ, ഇത് നിങ്ങളെ അറിയാം, ഫിഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി അനങ്ങിക്കൊണ്ടിരിക്കുക അല്ലെ. സ്വസ്ഥമായിട്ട് ഇരിക്കാത്ത സാധനത്തിനാണ് ഫിഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അല്ലെ ആ ഒരു ടൈറ്റിൽ തന്നെയുള്ള ഐറണി മനസ്സിലായോ. ഹു ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദെയർ ഓൺ സെൽഫിഷ് ഡിസയേഴ്സ് ദാൻ ഇൻ ഈച്ച് അതർ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടും ആ മൊത്തം പ്ലേ തന്നെ അങ്ങനെ ഒരു പെട്ടെന്ന് ഫാസ്റ്റ് പേസ്ഡ് പോലത്തെ ഒരു പ്ലേ ആണ്. അപ്പൊ ഇതിൽ ലോർഡ് ആൻഡ് ലേഡി ഫിഡ്ജറ്റിനെയാണ് 3 പേര്. ഈ പേരുകൾ ഓർത്ത് വെക്കണം അല്ലെ. ജോൺ ഗേ, അലക്സാണ്ടർ പോപ്പ് ആൻഡ് ജോൺ ആർബിനോട്ട് എന്നുള്ള പേര് ഓർത്ത് വെക്കണം. 3 hours after marriage ആരുടെ കൊളാബറേറ്റീവ് വർക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ വേറെ പേരുകൾ തരും. അപ്പൊ ഡോണ്ട് ഫർഗെറ്റ്. ഓക്കെ, John Gay. So with John Gay, we have completed what Restoration Age. Okay, നമുക്ക് സ്റ്റാർട്ടിംഗിലേക്ക് ഒന്ന് വരാം. Let me just come, give me a second. Yes, so we have discussed the dramatist അല്ലെ. 9 dramatists നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ക്ലാസ് I have dealt with other prose writers. അപ്പൊ ഈ ഒരു എന്താണ് ഈ ലിസ്റ്റ് കാണുന്ന 17 writers നന്നായിട്ട് ഇവരുടെ വർക്ക്സ് പഠിക്കുക. ഇവരുടെ സമ്മറി, ഞാൻ പറഞ്ഞ ചില വർക്ക്സിന്റെ ഒക്കെ സമ്മറി നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. മേക്ക് ഷുവർ യു ഗോ ത്രൂ ദ സമ്മറി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എന്താണ്? നമുക്ക് ആ ഡയഗ്രാമിലേക്കും തിരിച്ചു വരാം. റെസ്റ്റോറേഷൻ ഏജ് ആണ് അല്ലെ. 1660 തൊട്ട് 1700 വരെയാണ് റെസ്റ്റോറേഷൻ ഏജ്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് അഗസ്റ്റിൻ ഏജ് അല്ലെങ്കിൽ അഗസ്റ്റിൻ ഏജ് ആൻഡ് ഏജ് ഓഫ് ജോൺസണിലേക്കാണ്. ഇത് 3 വരുന്നത് ന്യൂ ക്ലാസിക്കൽ ഏജിലാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അഗസ്റ്റിൻ ഏജും ഏജ് ഓഫ് ജോൺസണും ഏജ് ഓഫ് എൻലൈറ്റൻമെന്റിന്റെ അകത്തും വരാറുണ്ട്. ഓക്കെ, എന്ന് വെച്ചിട്ട് ഇറ്റ് ഇസ് നോട്ട് സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഏജ് ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ അഗസ്റ്റിൻ ഏജിനെയും ഏജ് ഓഫ് ജോൺസണിനെയും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ അവര് എൻലൈറ്റൻമെന്റ് ഏജ് റൈറ്റേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കരുത് അയ്യോ ഇത് എവിടെ നിന്നാ വന്നത്, ഈ പേര് എനിക്ക് അറിയില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാതിരിക്കാനാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആഡഡ്. ഓക്കെ, ഡോണ്ട് വറി. നമ്മൾ ഇന്ന് അഗസ്റ്റിൻ ഏജ് ആണ് ഡിസ്കസ് ചെയ്യുക. യെസ്, അപ്പൊ എൻലൈറ്റൻമെന്റ് ഏജ് ഓഫ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് 1700 AD തൊട്ട് 1798 വരെയാണ് അല്ലെ. നമ്മുടെ എന്താണ് റൊമാൻറ്റിക് ഏജിന്റെ ബിഗിനിങ് എന്ന് വെച്ചാൽ ആ ഏജിന്റെ ബിഗിനിങ് വരെയാണ് ഏജ് ഓഫ് എൻലൈറ്റൻമെന്റ്. ഓക്കെ,
The 18th century is called as the age of enlightenment. ഈ ഒരു കാലഘട്ടം 1700 തൊട്ട് 1798. ഏജ് ഓഫ് എൻലൈറ്റൻമെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു സയന്റിഫിക് സ്റ്റഡി അല്ലെങ്കിൽ ഒരു റീസണിങ്. നമുക്കറിയാം പോപ്പ് അല്ലെ, ഏജ് ഓഫ് നമ്മുടെ അഗസ്റ്റിൻ ഏജിനെ ഏജ് ഓഫ് റീസൺ എന്നും പറയും. കാരണം അതൊക്കെ തന്നെയാണ് എൻലൈറ്റൻമെന്റ്. എൻലൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സയൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, നമ്മൾ റീസണിങ്ങിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, നമ്മൾ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു ഏജ്, നമ്മുടെ അഗസ്റ്റിൻ ഏജും സാമുവൽ ജോൺസൺ, ഏജ് ഓഫ് ജോൺസൺ, ഈ ഏജിലെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അലോങ് വിത്ത് നിയോ ക്ലാസിസം അല്ലെ, നിയോ ക്ലാസിക്കൽ ഏജിൽ നമ്മൾ പറഞ്ഞ ക്യാരക്ടേഴ്സ് കൂടാതെ ഏജ് ഓഫ് എൻലൈറ്റൻമെന്റ് ക്യാരക്ടേഴ്സ് ഈ രണ്ട് ഏജിൽ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇറ്റ് ഇസ് നോട്ട് എന്തെങ്കിലും ടെൻഷൻ ആവാനുള്ള കാര്യമല്ല, ജസ്റ്റ് ദാറ്റ് ഈ രണ്ട് ഏജിനെ എൻലൈറ്റ്മെന്റിലും ഇൻക്ലൂഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ എൻലൈറ്റൻമെന്റ് എന്താണ്? ഇറ്റ് ഇസ് എ പീരിയഡ് ഓഫ് വിസ്ഡം ആൻഡ് സയന്റിഫിക് തോട്ട്, എബിലിറ്റി ടു തിങ്ക് ആൻഡ് റീസൺ വാസ് ഗിവൻ എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഏജ് എന്താ പറയുന്നത്? അഗസ്റ്റിൻ ഏജ് അല്ലെങ്കിൽ ഏജ് ഓഫ് പോപ്പ്. 1700 തൊട്ട് 45 വരെ നമ്മൾ എന്താണ് പറയുന്നത്? അഗസ്റ്റിൻ ഏജ് എന്നാണ് പറയുന്നത്. The English writers of this period imitated classical Roman writers, okay, who were writing during the reign of King Augustus. അതെന്താണെന്ന് ഇപ്പൊ നമ്മൾ അഗസ്റ്റിൻ ഏജിലേക്കാണ് പോകുന്നത്, അവിടെ ഞാൻ പറഞ്ഞു തരാം. ഇനി സെക്കൻഡ് ഏജ് ഏതാണ്? ഏജ് ഓഫ് ട്രാൻസിഷൻ, പ്രീ റൊമാൻറ്റിക് ഏജ് അല്ലെങ്കിൽ ഏജ് ഓഫ് ജോൺസൺ ആണ് സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഈ പാർട്ടിൽ എന്താണ്? ഫ്രഞ്ച് റെവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അമേരിക്കൻ റെവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലല്ല, മേ ബി ആഫ്റ്റർ ദാറ്റ് we will be discussing age of Johnson. Okay, once we complete Augustan age. Okay, so we are going to start Augustan age. Augustan age ൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട്. അവരെയൊക്കെ നമ്മൾ എന്താണ് ശ്രദ്ധിച്ച് പഠിക്കണം, കുറെ കാര്യങ്ങൾ അവരിൽ പഠിക്കാനുണ്ട്. അപ്പോൾ when you are going to start this age, നമ്മൾ ഇന്ന് ഈ ഏജിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ലിറ്റററി ഫീച്ചേഴ്സും സ്വിഫ്റ്റിനെയാണ് അല്ലെ, ജോണത്തൻ സ്വിഫ്റ്റിനെയാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ ഓക്കെ ക്ലാസ്, വിത്തൗട്ട് വെയിറ്റിംഗ് ലെറ്റ്സ് ഗോ. അപ്പോ അഗസ്റ്റിൻ ഏജ്, ഈ അഗസ്റ്റ് എന്നുള്ള പേര് എവിടെ നിന്നാണ് വന്നത്? ആക്ച്വലി നമ്മുടെ അഗസ്റ്റസ് എന്ന് പറഞ്ഞൊരു റോമൻ എംപറർ ഉണ്ടായിരുന്നു. ഈ റോമൻ എംപററിന്റെ സമയത്താണ് ഭയങ്കര ഗ്രേറ്റ് റൈറ്റേഴ്സ് ആയ വെർജിൽ, ഹൊറേസ്, ഓവിഡ് ഒക്കെ ആൾക്കാരുണ്ടായിരുന്നത്. ഈ റൈറ്റേഴ്സ് ആരുടെ കാലഘട്ടത്തിലായിരുന്നു എക്സിസ്റ്റ് ചെയ്തത്? റോമൻ എംപറർ അഗസ്റ്റസ്. അപ്പൊ നമ്മുടെ ഈ അഗസ്റ്റൻ ഏജിലെ റൈറ്റേഴ്സ് ആക്ച്വലി ഈ റോമൻ റൈറ്റേഴ്സിൽ നിന്നാണ് ഇൻസ്പയർ ആയിട്ട് എഴുതുന്നത്. അത് കാരണം തന്നെ അഗസ്റ്റസ്, അങ്ങ് എംപറർ അഗസ്റ്റസിന്റെ സമയത്തെ പോലെ ഒരു സമയം നമ്മൾ ഇംഗ്ലണ്ടില് എന്താണ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് കാരണമാണ് ഈ ഏജിനെ നമ്മൾ അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, the name Augustan age comes from the Roman emperor Augustus, who ruled during the time of Virgil, Horace and Ovid, thereby suggesting a classical period of literature. Okay, clear ആണോ? ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്കറിയാം വില്യം അല്ലെ, വില്യം ഓഫ് ഓറഞ്ച് നമ്മുടെ ഇംഗ്ലണ്ടില് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ റെസ്റ്റോറേഷൻ ഏജ് പഠിച്ചപ്പോ. പക്ഷെ ഈ വില്യമിന് എന്താണ് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ജെയിംസ് സെക്കൻഡിനെ മാറ്റിയിട്ടാണ് ഇവര് വില്യം വന്നത് അല്ലെ, വില്യം ആൻഡ് മേരി. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുട്ടികളില്ലാത്ത കാരണം ജെയിംസിന്റെ മോളായിരുന്നു നമ്മുടെ ക്വീൻ ആൻ. ഓക്കെ, സോ ജെയിംസ് സെക്കൻഡ് ഓർത്ത് വെക്കുക. ഇതിന്റെ മുമ്പേ നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ എന്താണ് കിങ്സിനെ ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. നമ്മുടെ വില്യം വരുന്നതിന്റെ മുമ്പേ ഇറ്റ് വാസ് ജെയിംസ് സെക്കൻഡ്. ജെയിംസ് സെക്കൻഡ് ഒരു സ്റ്റുവർട്ട് ഡൈനാസിറ്റിന്റെ ഒരു ഭാഗമായിരുന്നു. ഓക്കെ, സ്റ്റുവർട്ട് ഡൈനാസിറ്റിന്റെ ഭാഗമാണ് ജെയിംസ് സെക്കൻഡ്. ജെയിംസ് സെക്കൻഡിനെ മാറ്റിയിട്ടാണ് വില്യം വന്നത്. പക്ഷെ വില്യം ആൻഡ് ഭാര്യയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ജെയിംസ് സെക്കൻഡിന്റെ മോളായ ക്വീൻ ആൻ ആണ് നമ്മുടെ ഇംഗ്ലണ്ടിന്റെ രാജകുമാരിയായി ഇരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത്, ക്വീൻ ആൻ എന്താണ്, ഷീ ട്രൈഡ് മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് അല്ലെ, കുറെ ഒരു 13 പ്രഗ്നൻസീസ് ആള് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്കൊരു കുട്ടി ഉണ്ടായില്ല. അത് കാരണം സക്സീഡ് ചെയ്യുന്നത് ക്വീൻ ആനിന്റെ ചൈൽഡ് അല്ല. ഓക്കെ, ആൻഡ് ബിക്കോസ് ഷി വാസ് ബിസി അല്ലെ, ക്വീൻ ആൻ പ്രഗ്നൻസി കാര്യങ്ങളായിട്ട് ബിസി ആയ കാരണം തന്നെ ഇംഗ്ലണ്ട് ആ സമയത്ത് കൂടുതലും ഭരിച്ചിരുന്നത് മിനിസ്റ്റേഴ്സ് ആണെന്നും പറയാറുണ്ട്. അപ്പൊ ദിസ് ഏജ് സോ ദ റീൻ ഓഫ് ക്വീൻ ആൻ അല്ലെ, 1702 തൊട്ട് 1740 വരെയാണ് 14 വരെയാണ് ക്വീൻ ആൻഡ് റൂൾ. ഓക്കെ, ഷി വാസ് ദ ഡോട്ടർ ഓഫ് ജെയിംസ് സെക്കൻഡ്, ലാസ്റ്റ് മൊണാർക്ക് ഓഫ് ദി സ്റ്റുവർട്ട് ഡൈനാസിറ്റി. പിന്നെ ക്വീൻ ആൻഡ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് കുറെ പേര് ലിറ്ററേച്ചർ വായിക്കാനും എഴുതാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു എന്താണ് അത് നമ്മളിപ്പോ പഠിക്കും. ഫസ്റ്റ് കോപ്പിറൈറ്റ് ലോ ലാസ്റ്റ് പോയിന്റിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പിറൈറ്റ് ലോ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കോപ്പി അടിച്ച് എഴുതാൻ പറ്റത്തില്ല അല്ലെ, നമുക്കറിയാം.
നമ്മുടെ ഫിലിംസിലൊക്കെ ഉണ്ടല്ലോ ലൈക് പേറ്റന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ എഴുതിയ വർക്ക് എന്റെ വർക്കാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കോപ്പിറൈറ്റ് ലോ വന്നപ്പോ എന്ത് സംഭവിച്ചു? കുറെ പേര് ഇങ്ങനെ കോപ്പി എഴുതുന്നതൊക്കെ നിർത്തി. അത് ഈ കാലഘട്ടത്തായിരുന്നു. പിന്നെ നമ്മുടെ ഇംഗ്ലണ്ട് കൂടാതെ സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടിന്റെ ഭാഗമായിട്ട് ഗ്രേറ്റ് ബ്രിട്ടനെ നമ്മുടെ ബ്രിട്ടനെ വിളിക്കാൻ തുടങ്ങി. ഓക്കെ, സ്കോട്ട്ലൻഡ് ആൻഡ് ഇംഗ്ലണ്ട് ബിക്കെയിം ടുഗെദർ ഒരു യൂണിയൻ, ആക്ട് ഓഫ് യൂണിയൻ 1707 ക്വീൻ ആൻഡ് സമയത്ത് വന്നൊരു ആക്ട് ആണ് ആക്ട് ഓഫ് യൂണിയൻ. അതുമൂലം എന്ത് സംഭവിച്ചു? ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും ഒരുമിച്ചിട്ട്, സ്കോട്ട്ലൻഡ് മേളിലാണ് കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ മേളിൽ കൈ കാണിക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും മിക്സ് ആയിട്ട് അല്ലെങ്കിൽ ദി ഗോട്ട് അറ്റാച്ച്ഡ് ആൻഡ് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗ്രേറ്റ് ബ്രിട്ടൻ. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. പിന്നെ ആക്ട് ഓഫ് യൂണിയൻ വന്നു. ഫസ്റ്റ് കോപ്പിറൈറ്റ് ലോയും ഈ സമയത്താണ് വന്നത്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ സ്റ്റുവർട്ട് ഡൈനാസിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ക്വീൻ ആൻ കഴിഞ്ഞിട്ട് there came the ഹനോവേരിയൻ സക്സഷൻ. ഓക്കെ, ഹനോവേരിയൻ സക്സഷൻ വരികയാണ്. ഹനോവേരിയൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ മുഗൾ ഡൈനാസിറ്റി അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ഡൈനാസിറ്റിന്റെ പേരാണ് ഈ ഹനോവേരിയൻ. ഹനോവേരിയൻ സക്സഷനിൽ 4 രാജാക്കന്മാരാണുള്ളത്. ജോർജ് 1, ജോർജ് 2, ജോർജ് 3, ജോർജ് 4. ജോർജ് 5 ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴല്ല. ഇത്രയും ആൾക്കാരെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ജോർജ് 4 കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിക്ടോറിയ, ക്വീൻ വിക്ടോറിയ വരുന്നത്. അതാണ് 1837 എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ക്വീൻ വിക്ടോറിയന്റെ മുമ്പ് വരെ ജോർജ് 4th വരെയാണ് ഈ ഹനോവേരിയൻ കിങ്സ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ക്വീൻ ആൻ കഴിഞ്ഞിട്ട് വന്നതാണ് ജോർജ് 1. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ അഗസ്റ്റൻ ഏജില് ക്വീൻ ആൻ ഉണ്ടായിരുന്നു, ജോർജ് 1 ഉണ്ടായിരുന്നു. ഈ രണ്ട് എന്താണ്, അതായത് ജോർജ് 2 ഉണ്ട് കേട്ടോ. പക്ഷെ ഈ റൈറ്റേഴ്സ് ആണ്, സോറി, ഈ രാജാക്കന്മാർ അല്ലെങ്കിൽ ക്വീൻസിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ക്വീൻ ആൻഡ് സമയത്താണ് ആക്ട് ഓഫ് യൂണിയൻ വന്നത്, ഫസ്റ്റ് കോപ്പി റൈറ്റ് ലോ വന്നത്. ഓക്കെ, പിന്നെ റോബർട്ട് വാൽപോൾ ഇവരുടെ എന്താണ് മോനാണ് കേട്ടോ. ആക്ച്വലി വേറൊരു വാൽപോൾ റൈറ്റർ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ റോബർട്ട് വാൽപോൾ ആണ് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയി മാറിയത്. ജോർജ് 1 ആൻഡ് ജോർജ് 2 കാലഘട്ടത്തിൽ റോബർട്ട് വാൽപോൾ എന്താണ് പ്രൈം മിനിസ്റ്റർ ആയി ഇരുന്നിട്ടുണ്ട്. പിന്നെ 1737 ഒരു ലൈസൻസിങ് ആക്ട് വന്നായിരുന്നു. പക്ഷെ അപ്പൊ എന്ത് സംഭവിച്ചു? അത് ആക്ച്വലി തിയേറ്ററിനെ സെൻസർ ചെയ്തു. അത് കാരണം തന്നെ ഈ കാലഘട്ടത്തിൽ കുറെ പേര് തിയേറ്റർ അല്ലെങ്കിൽ പ്ലേസ് ചെയ്താതെ നോവൽസിലേക്ക് മാറി. ദാറ്റ് ഈസ് വൈ ഈ കാലഘട്ടം നമുക്ക് കുറെ നോവൽസ് ആണ്. നമ്മുടെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് തന്നെ സാമുവൽ റിച്ചർഡ്സന്റെ പമേലയാണ്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ബിക്കോസ് ലൈസൻസിങ് ആക്ട് വരുന്നു. 1737 ലൈസൻസിങ് ആക്ട് വന്നത് തിയേറ്റർ വർക്ക്സിലാണ്. അപ്പൊ തിയേറ്റർ വർക്ക്സിൽ ഒരു കുഞ്ഞു ബാൻ വന്നപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി എന്ത് ചെയ്താൻ തുടങ്ങി? പ്ലേസ് എഴുതാൻ തുടങ്ങി. അത് കാരണം തന്നെ ഈ സമയത്ത് പ്ലേസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ക്ലിയർ ക്ലാസ്? ഓക്കെ, അപ്പൊ മാത്യു ആർണോൾഡ് പറഞ്ഞത് ഇറ്റ് ഇസ് എൻ ഏജ് ഓഫ് പ്രോസ് ആൻഡ് റീസൺ. ഓക്കെ, ഇൻ 1798 അയർലൻഡ് വാസ് ഇൻക്ലൂഡഡ്. പിന്നെ അയർലൻഡിനെ ഇൻക്ലൂഡ് ചെയ്തു. നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും. പിന്നെ 98 അയർലൻഡ് വരുന്നത്. പിന്നെ സയന്റിഫിക് റെവല്യൂഷന്റെ ഒരു സമയമായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ എംപറർ അഗസ്റ്റസ് അല്ലെ, അഗസ്റ്റസ് എന്നുള്ള പേര് ഈ എംപറർ, റോമൻ എംപററിൽ നിന്നാണ് വരുന്നത്. പിന്നെ നമ്മൾ കണ്ടു ക്വീൻ ആൻ ആയിരുന്നു ജെയിംസ് സെക്കൻഡിന്റെ മോളായിരുന്നു. ക്വീൻ ആൻ കഴിഞ്ഞിട്ടാണ് ജോർജ് 1. ഓക്കെ, ഈ പിക്ചേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുറച്ച് പേരുകളാണ് ഇവിടെ പെട്ടെന്ന് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ആണ് നമുക്കിപ്പോ അതിലേക്ക് വരാം. പ്രോസ് ഫ്ലറിഷ്ഡ് അല്ലെ, കുറെ പ്രോസ് ആൻഡ് റീസൺ തന്നെയാണ് ഇതിനെ പറയുന്നത്. ഏജ് ഓഫ് പോപ്പ്, ഏജ് ഓഫ് പ്രോസ് ആൻഡ് റീസൺ. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഏജിന്റെ പേരുകൾ. ഏജ് ഓഫ് ന്യൂസ് പേപ്പർ എന്നും പറയാറുണ്ട് കേട്ടോ, ബിക്കോസ് പീരിയോഡിക്കൽസ് വളരെ വളർന്നു ഈ സമയത്ത്. പിന്നെ റൈസ് ഓഫ് നോവൽ അറിയാം, ലൈസൻസിങ് ആക്ട് കാരണം നോവൽസ് കുറെ വന്നു. പിന്നെ ഈ സമയത്ത് വിഗ് ആൻഡ് ടോറി പാർട്ടീസ് 2 പാർട്ടി ഉണ്ട് ഇംഗ്ലണ്ടിൽ, വിഗ് ആൻഡ് ടോറീസ്. അത് റൈസായി. അപ്പൊ നമുക്കറിയാം കുറെ പൊളിറ്റിക്കൽ പീരിയോഡിക്കൽസും വന്നു അല്ലെ. അപ്പൊ ചിലവര് വിഗ്സിനെ സപ്പോർട്ട് ചെയ്യും. അത് ന്യൂസ് പേപ്പർ പോലെയാന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ ന്യൂസ് പേപ്പറിന്റെ ഇത്തിരി കുട്ടിപ്പോ. അപ്പൊ അവര് ചിലവര് ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്യും, ഒരു പാർട്ടി അങ്ങനെ. അപ്പൊ വിഗ്സ് ആൻഡ് ടോറീസും വന്നു. പിന്നെ ഇവിടുന്ന് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 4 വീൽസ് ഓഫ് ഇംഗ്ലീഷ് നോവൽ. ഇംഗ്ലീഷ് നോവലുടെ 4 വീൽസ് അല്ലെങ്കിൽ 4 പില്ലർ എന്ന് പറയുന്ന 4 റൈറ്റേഴ്സ് ഏതാണ്? ഈ പേരുകൾ ഒന്നുമില്ല, പഠിച്ചു വെക്കാനുള്ളതാണ്. സാമുവൽ റിച്ചർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ്, ടോബിയസ് ജോർജ് സ്മോളറ്റ് ആൻഡ് ലോറൻസ് സ്റ്റേർഡ്. ഈ 4 പേര് ഓർത്തു വെക്കുക. 4 പില്ലേഴ്സ്. ഇറ്റ്സ് എ 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ലെ. UGC നെറ്റിന്റെ ഇത്തിരി പഴയ ആണ് ഈ ക്വസ്റ്റ്യൻ, പക്ഷെ ചോദിക്കാനേ ഉള്ളൂ. നമുക്കറിയാം ഇപ്രാവശ്യത്തെ ക്യാൻസൽ ആയ എക്സാമില് ഓർഡർ ഏജസ് അല്ലെ, ഏജസ് ഓർഡറിൽ ചെയ്യാൻ വന്നിട്ടുണ്ട്. അത്ര ഈസിയായ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യന് സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കുക. പിന്നെ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ പമേല ബൈ സാമുവൽ റിച്ചർഡ്സൺ. പിന്നെ ആദ്യത്തെ
ഫാദർ ഓഫ് ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത് ഹെൻറി ഫീൽഡിംഗ് ആണ്. ഈ സമയത്ത് കുറെ ക്ലബ്സ് വന്നിട്ടുണ്ടായിരുന്നു. കിറ്റ്കാറ്റ് ക്ലബ്. ഈ ക്ലബ്സിന്റെ പേരുകൾ നമുക്ക് പഠിക്കണം. ഓക്കെ, ഇതിലെ ആൾക്കാരെ നമുക്ക് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി ഈ സമയത്താണ് കോഫി വന്നത് ഇംഗ്ലണ്ടിലേക്ക്. അപ്പൊ ആൾക്കാരൊക്കെ കോഫി ഹൗസസ് തുടങ്ങി, അവിടെ വന്നിട്ട് സംസാരിക്കും പൊളിറ്റിക്സിനെ കുറിച്ച്. ഓരോ ക്ലബ്ബ് വേറെ വേറെ രീതി കുറച്ച് കാര്യങ്ങളെ കുറിച്ചായിട്ട് സംസാരിക്കുക. അപ്പൊ വന്ന കുറെ ക്ലബ്സ് ആണ്, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ യൂണിവേഴ്സിറ്റി വിക്സ് പോലെ തന്നെ കിറ്റ്കാറ്റ് ക്ലബിലെ റൈറ്റേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ റൈറ്റേഴ്സ് കിറ്റ്കാറ്റ് ക്ലബിലല്ല, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പീരിയോഡിക്കൽ റൈറ്റിംഗ്സ്, ഇതൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ലിസ്റ്റ് വെച്ചിട്ടുണ്ട്, ഡോൺ വരി. ആൻഡ് ദെൻ കുറെ സറ്റൈറിക്കൽ എലിമെന്റ്സും വന്നിട്ടുണ്ട്. ഇതാണ് പീരിയോഡിക്കൽസിന്റെ നെയിംസ് ഇൻ ക്രോണോളജി. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം, കാരണം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. പീരിയോഡിക്കൽസിന്റെ പേര് വന്നിട്ട് ക്രോണോളജിയിൽ അറേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ ടാറ്റ്ലർ, റിച്ചർഡ് സ്റ്റീൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ദ ഫീമെയിൽ ടാറ്റ്ലർ, ദ ടോറി ടാറ്റ്ലർ, സ്പെക്ടേറ്റർ. സ്പെക്ടേറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ജോസഫ് എഡിസൺ ആൻഡ് റിച്ചർഡ് സ്റ്റീൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം കൺഫ്യൂസ് ആവരുത്, ടാറ്റ്ലർ സ്റ്റീൽ മാത്രവും സ്പെക്ടേറ്റർ ഇവർ രണ്ടുപേരും കൂടിയാണ്. പിന്നെ ഗാർഡിയൻ, ടാറ്റ്ലർ റിവൈവ്, ദ ജെന്റിൽമെൻസ് മാഗസീൻ, ലണ്ടൻ മാഗസീൻ, ദ ബി. ഇത് ഓർത്ത് വെക്കുക, പഠിക്കുക, ഈ സ്ലൈഡ് പഠിക്കുക. ഓക്കെ, ആൻഡ് ദെൻ സോറി, ഇതും കൂടി ഉണ്ട്, ദ റാംബ്ലർ ആൻഡ് ഐഡ്ലർ. റാംബ്ലർ ഐഡ്ലറും നമ്മുടെ ജോൺസൺ, ഏജ് ഓഫ് ജോൺസണിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക, ഈ സ്ലൈഡ് പീരിയോഡിക്കൽസ് പഠിക്കുക. പിന്നെ കിറ്റ്കാറ്റ് ക്ലബ്. കിറ്റ്കാറ്റ് ക്ലബ് ആക്ച്വലി വിഗ് പാർട്ടിന്റെ ഒരു ക്ലബ്ബാണ് കേട്ടോ. അതിൽ ഈ 7 പേരാണുള്ളത്: ജോസഫ് എഡിസൺ, റിച്ചർഡ് സ്റ്റീൽ, ജോണത്തൻ സ്വിഫ്റ്റ്, അലക്സാണ്ടർ പോപ്പ്, ജോൺ വാൻബ്രോ, തോമസ് പെൽഹാം ഹോൾസ് ആൻഡ് റോബർട്ട് വാൽപോൾ. ഓർത്ത് വെക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഇതിലൊന്നുമില്ല കിറ്റ്കാറ്റ് ക്ലബിലെ മെമ്പേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെയാണ് ദിസ് ക്ലബ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ജോണത്തൻ സ്വിഫ്റ്റ് ആൻഡ് അലക്സാണ്ടർ പോപ്പ് ആണ്. ഇത് ആരാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള ചോദ്യം വരുന്നതിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു എന്താണ് വേർഡ്സ് ആണ് അല്ലെ. ആരാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, ആൻഡ് ഇതിലെ റൈറ്റേഴ്സ് ആക്ച്വലി ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, ദ മെമ്മോസ് ഓഫ് മാർട്ടിനസ്. ഓക്കെ, ദിസ് വർക്ക് നിങ്ങൾ ഓർത്ത് വെക്കണം, മറക്കരുത്. അത്ര വലിയ ഹിറ്റ് അല്ലായിരുന്നു, ബട്ട് ദിസ് വാസ് വർക്ക് ദാറ്റ് ദേ കൊളാബറേറ്റഡ് ഓൺ. പിന്നെ ഈ 6 പേരുടെ പേര് ഓർത്ത് വെക്കണം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഹി വാസ് എ പാർട്ട് ഓഫ് കിറ്റ്കാറ്റ് ക്ലബ്, ഹി വാസ് നോട്ട് എ പാർട്ട്, അല്ലെങ്കിൽ ഈ ക്ലബിന്റെ പാർട്ട് ആരായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് നൗ യു ഹാവ് ദീസ് ആർ ദി writers. Okay, you will have Jonathan Swift, Joseph Addison, Richard Steele and Alexander Pope. ഇന്ന് നമുക്ക് ജോണത്തൻ സ്വിഫ്റ്റിനെയാണ് നോക്കേണ്ടത്. ദിസ് ഇസ് സ്വിഫ്റ്റ്. ഓക്കെ, ഈസ് എൻ ആംഗ്ലോ ഐറിഷ് സെറ്റൈറിസ്റ്റ്. ഇമ്പോർട്ടന്റ്, ആംഗ്ലോ ഐറിഷ് ആണോ, എവിടുത്തെ റൈറ്റർ ആണെന്നൊക്കെ ഉള്ള ഈസി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ പിള്ളേരെല്ലാവരും ഇംഗ്ലീഷ് ഇടും. ഈസ് എൻ ആംഗ്ലോ ഐറിഷ്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ചു മുമ്പേ പീരിയോഡിക്കൽസ് ഡിസ്കസ് ചെയ്ത് എക്സാമിനർ എന്ന് പറയുന്ന ഒരു ടോറി ജേർണലിൽ ആൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഹി വാസ് എൻ എഡിറ്റർ. പിന്നെ ഷെറിഡൻ, റിച്ചാർഡ് ഷെറിഡന്റെ ഒരു പീരിയോഡിക്കൽ ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് ഇന്റലിജൻസ്. അതിലും എന്താണ് ജോണത്തൻ സ്വിഫ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ടൈപ്പ് ഓഫ് സെറ്റയർ ഉണ്ട്, ഹൊറേഷ്യൻ ആൻഡ് ജുവിനിയലിൻ. അത് രണ്ടിലും മാസ്റ്റർ ആയിരുന്നു. ഓക്കെ, ഹി റോട്ട് ഇൻ ബോത്ത് ദീസ് സെറ്റയർ ഫോംസ്. പിന്നെ ആളെ ഒരു ആംഗ്ലിക്കൻ പ്രീസ്റ്റ് ആയിട്ട് ഓർഡെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു 1695. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആക്ച്വലി സ്വിഫ്റ്റിന്റെ മേളിൽ ഒരു വർഷം വന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സ്വിഫ്റ്റ് ആർ കറക്റ്റ്. അപ്പൊ അതില് ഈ പ്രീസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി വാസ് വിച്ച് ഇയർ ഹി വാസ് എന്താണ് ഓർഡെയിൻഡ് ആസ് ആംഗ്ലിക്കൻ പ്രീസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഡബ്ലിനിലാണ് എന്താണ് ഹി വാസ് ബോൺ ഡബ്ലിൻ, അതെല്ലാവർക്കും അറിയാലോ. ഷെറിഡിന്റെ ഈ പീരിയോഡിക്കലും ഡബ്ലിൻ ആണ്. ഇന്റലിജൻസ് എന്ന് പറയുന്നതും ഡബ്ലിൻ നിന്നാണ് വന്നത് കേട്ടോ. ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡബ്ലിൻ. പിന്നെ ജോണത്തൻ സ്വിഫ്റ്റ് ആക്ച്വലി കുറച്ച് പേരുള്ള ഒരാളായിരുന്നു. അപ്പൊ ആള് സ്വന്തം പേരിലല്ല എഴുതാറ്, ചില വേറെ വേറെ പേരുകൾ, അതിനെയാണ് സ്യൂഡോനിം എന്ന് പറയാം. ഇപ്പൊ ലെമിയൽ ഗലിവർ, ഐസക് ബിക്കർസ്റ്റാഫ്, എം ബി ഡ്രേപ്പിയർ, ഈ 3 പേരിൽ ജോണത്തൻ സ്വിഫ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെയാണ് ആളുടെ എഫിസ്റ്റാഫിൽ പറഞ്ഞേക്കുന്നത് വൺ ഹു സ്ട്രോവ് വിത്ത് ഓൾ ഹിസ് മൈറ്റ് ടു ചാമ്പ്യൻ ലിബർട്ടി. ഇത് ആരുടെ എഫിസ്റ്റാഫ് ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതിന് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ആളുടെ വർക്ക്സിലേക്ക് പോകാം. ആളുടെ വർക്ക്സ് കൂടുതലും കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അത് ഓർത്തിരിക്കണം. ദ ടെയിൽ ഓഫ് എ ടബ്, പിന്നെ ദ ബാറ്റിൽ ബിറ്റ്വീൻ ഏൻഷ്യന്റ് ആൻഡ് മോഡേൺ ബുക്സ് ഇൻ സെയിന്റ് ജെയിംസ് ലൈബ്രറി, ഗലിവേഴ്സ് ട്രാവൽസ്, മോഡസ്റ്റ് പ്രപ്പോസൽ, വേഴ്സസ് ഓൺ ദ ഡെത്ത് ഓഫ് ഡോക്ടർ സ്വിഫ്റ്റ്. അയ്യോ, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ ഈ 4 വർക്ക്സ് ആട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ആണ് ദ ടെയിൽ ഓഫ് എ ടബ്. ഓക്കെ, ടെയിൽ ഓഫ് എ ടബ് എന്താണ്? സറ്റാരിക്കൽ നോവൽ ആണ്. അതിൽ കാത്തലിക്, നിങ്ങൾ ഓർത്ത് വെക്കുക. ടെയിൽ ഓഫ് എ ടബ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ടെയിൽ ഓഫ് എ ടബ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ റിലീജിയസ് കാര്യങ്ങൾ, റിലീജിയസ് എക്സസ് അല്ലെങ്കിൽ കോട്ട്, അല്ലെങ്കിൽ കോട്ടല്ല,
ചേർച്ച്. ഓക്കെ, ചേർച്ചിനെ കുറിച്ച് സറ്റാറൈസ് ചെയ്യുന്ന ഒരു വർക്കാണ്. ചിലപ്പോൾ അവർ ചോദിക്കും ടേൽ ഓഫ് എ ടാബ് റിലീജിയസ് അലിഗറി ആണോ, ടേൽ ഓഫ് എ ടാബ് ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത്ര ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടേൽ ഓഫ് എ ടാബ് ഇറ്റ്സ് അബൌട്ട് കാത്തോലിക് ചേർച്ച്. ഓക്കെ, ഡോണ്ട് ഫൊഗെറ്റ്. And then you have, it is a religious allegory. It's a prose parody divided into sections, each delving into morals and ethics of English. Religious allegory, very, very important information. It talks about the excess of Catholic Church. Don't forget. ചേലക്കുട്ടമാണ് ഏറ്റവും ആദ്യം എഴുതിയത്. പിന്നെ ആൾക്കൊരു പേട്രൺ ഉണ്ടായിരുന്നു. ആളുടെ പേരാണ് സർ വില്യം ടെമ്പിൾ. അപ്പൊ ഈ സർ വില്യം ടെമ്പിൾ ഒരു ബുക്ക് എഴുതി. ആ ബുക്കിന്റെ പേരാണ് എസ്സേ ഓൺ മോഡേൺ ആൻഡ് ഏൻഷ്യന്റ് ലേണിംഗ്. ഈ ബുക്ക് എഴുതിയോടെ സർ വില്യം ടെമ്പിളിന്റെ എന്താണ് ഉള്ള സമാധാനം പോയി. കാരണം മോഡേൺ റൈറ്റേഴ്സ് എല്ലാവരും, കാരണം സർ വില്യം ടെമ്പിൾ ഇതിൽ ഏൻഷ്യന്റ് റൈറ്റിംഗ്സ് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അപ്പൊ മോഡേൺ റൈറ്റേഴ്സ് എല്ലാം കൂടി സർ വില്യം ടെമ്പിളിനെ അറ്റാക്ക് ചെയ്തു. അപ്പൊ ആളെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് സ്വിഫ്റ്റ് ഈ വർക്ക് എഴുതിയത്. എന്താണ്? ദ ബാറ്റിൽ ബിറ്റ്വീൻ ഏൻഷ്യന്റ് ആൻഡ് മോഡേൺ ബുക്സ് ഇൻ സെയിന്റ് ജെയിംസ് ലൈബ്രറി. അപ്പൊ ഈ വർക്കിൽ ആക്ച്വലി സ്വിഫ്റ്റ് പറഞ്ഞേക്കുന്നത് ഏൻഷ്യന്റ് ഇത്തിരി എന്താണ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, ഡിസ്ക്രൈബ് ദ ബാറ്റിൽ ബിറ്റ്വീൻ ദ ചാമ്പ്യൻസ് ഓഫ് ഏഷ്യൻ ആൻഡ് മോഡേൺ ലേണിംഗ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെയിന്റ് ജെയിംസ് ലൈബ്രറി എന്ന് പറയെങ്കിലും ഇത് ആക്ച്വലി കിങ്സ് ലൈബ്രറി ആണ് കേട്ടോ. സെയിന്റ് ജെയിംസിന്റെ പാലസിലുള്ള കിങ്സ് ലൈബ്രറിന്റെ ഒരു എന്താണ് അക്കൗണ്ട് ആണ് ഇതിൽ ഉള്ളത്. അപ്പൊ ആക്ച്വലി UGC-നായിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഏത് ലൈബ്രറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും വിചാരിക്കും ടൈറ്റിൽ സെയിന്റ് ജെയിംസ് ലൈബ്രറി ആണ്. അപ്പൊ അത് ടിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്താവും? റോങ് ആവും. ഇറ്റ്സ് കിങ്സ് ലൈബ്രറി ഇൻ സെയിന്റ് ജെയിംസ് പാലസ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഗളിവേഴ്സ് ട്രാവലില് ഞാൻ നിങ്ങൾക്ക് നന്നായി ഡ്വെൽവ് ചെയ്യുന്നില്ല, കാരണം ഗളിവേഴ്സ് ട്രാവൽ നിങ്ങൾ ഒരു 1000 വട്ടം പഠിച്ചതാണ്. പിന്നെ ഇതിന് ഇങ്ങനെ ഷോർട്ട് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വാട്ട് യു ഹാവ് ടു ഡു, ഗളിവേഴ്സ് ട്രാവലിന്റെ 4 ബുക്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. വോയേജ് ടു ലിലിപുട്ട് അല്ലെ, എല്ലാ ആൾക്കാരും ഭയങ്കര സ്മോൾ ആയിരുന്നു. ആൻഡ് ദെൻ യു ഹാവ് വോയേജ് ടു ബ്രോബ്ഡിഗ്നാൻ, ദെൻ യു ഹാവ് വോയേജ് ടു ലപുട്ട, ബാൽനി ബാർബി, ലഗ്നാൻ ആൻഡ് ഗ്ലുബ് ഡുബ് ഡ്രിബ് അല്ലെ. പിന്നെ ലാസ്റ്റ് ആണ് വോയേജ് ടു ദ കൺട്രി ഓഫ് ഹ്യൂനിംസ്. ഈ 4 വർക്ക്സിന്റെ ഓർഡർ എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വർക്ക് ആണല്ലേ ഗളിവേഴ്സ് ട്രാവൽ. ആക്ച്വലി പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പൊ ഈ 4ന്റെ ഓർഡർ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്, ഇവിടെയൊക്കെ എന്താ സംഭവിച്ചതെന്ന് ഓർത്ത് വെക്കണം. ലില്ലിപുള്ളി ചെറുതായിരുന്നു, ബ്രോഡ്ബിങ്ങിന് വലുതായിരുന്നു, ലപുറ്റ ഫ്ലൈയിങ് അല്ലെ, ബാൽനി ബാർബിയില് അത് ഓർത്ത് വെക്കണം. അവിടെ എന്താണ് സംഭവിച്ചത്. ഓക്കെ, ലാസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ എന്താണ് സറ്റാർ ചെയ്തത് ഹ്യൂനിംസ് അല്ലെ, ഹോർസസ് ആൻഡ് യാഹൂസ്. യാഹൂസ് ഹ്യൂമൻസ് ആയിരുന്നു, പക്ഷെ സോറി യാഹൂസ് ഹ്യൂമൻസ് ആയിരുന്നു, ഹ്യൂനിംസ് ഹോർസസ് ആയിരുന്നു. അപ്പൊ അവിടെ നമ്മുടെ ഹോർസസ് ആണ് ഏറ്റവും സുപ്പീരിയർ, ഹ്യൂമൻസ് അവരുടെയൊക്കെ താഴത്ത് പണിയെടുക്കുന്നതാണ്. ഗളിവർ അവിടെ പോകുമ്പോൾ ഇവൻ ഹോർസസ് ഈ ഹ്യൂനിംസിനെ പറഞ്ഞ് മനസ്സിലാക്കാണ് ഞാൻ യാഹൂ പോലെയല്ല. പക്ഷെ ലേറ്റർ ഇവർ ഡിസ്കവർ ചെയ്യാണ് ഗളിവർ ആക്ച്വലി ഹ്യൂമൻ അല്ലെങ്കിൽ യാഹൂസിനെ പോലെ തന്നെയാണെന്ന് വെച്ച് പുറത്താക്കാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ആക്ച്വലി ഗളിവർ ഒരു ഹോർസിനെ മേടിച്ചിട്ട് അതിനോട് സംസാരിക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ഫണി. അപ്പോ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഈ 4 പാർട്ടിന്റെയും എന്താണ് സമ്മറി പഠിച്ചു വെക്കുക. അതുകൊണ്ട് ദാറ്റ് ഈസ് വൺ ഹോംവർക്ക് ദാറ്റ് യു ഹാവ് ടു. ഒരു സറ്റാരിക്കൽ നോവൽ ആണ് ലിമിനൽ ഗളിവറിന്റെ എന്താണ് ജേർണീസിനെ കുറിച്ചാണ്. ഈ 4 പാട്ടും ഓർത്ത് വെക്കണം. ഈ പിന്നെ ഇതിൽ നമുക്കറിയാം കുറച്ചു മുമ്പേ നമ്മൾ റെസ്റ്റോറേഷൻ റൈറ്റേഴ്സിനെ പഠിച്ചപ്പോൾ വില്യം ഡാംപിയർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത റൈറ്റർ ആണ്. അപ്പൊ ഈ വില്യം ഡാംപിയറിനെ റെഫർ ചെയ്തിട്ടുണ്ട് ഈ വർക്കിൽ, കസിൻ ആയിട്ടാണ് റെഫർ ചെയ്തേക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ മോഡസ്റ്റ് പ്രപ്പോസൽ ഓൾസോ ഒരു എസ്സേ ആണ്. അത് ഐറിഷ് പീപ്പിൾ പ്രപ്പോസസ് ദാറ്റ് ഐറിഷ് പീപ്പിൾ സെൽ ദ ചിൽഡ്രൻ ആസ് ഫുഡ് ടു എലിവേറ്റ് പവർട്ടി ആൻഡ് ഓവർ പോപ്പുലേഷൻ. അപ്പോൾ സറ്റൈറിക്കൽ ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിനെ സറ്ററൈസ് ചെയ്യുന്ന ഒരു വർക്കാണ്. പിന്നെ വേഴ്സസ് ഓൺ ദ ഡെത്ത് ഓഫ് ഡോക്ടർ സ്വിഫ്റ്റ്. അപ്പൊ സ്വിഫ്റ്റ് എന്ത് ചെയ്തു, സ്വന്തത്തിനെ കുറിച്ച് തന്നെ മരിക്കുന്ന ഒരു കവിത എഴുതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പറയുന്നത് എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, റൈറ്റേഴ്സ് ആൾക്കാർ നമ്മളെ കുറിച്ച് എന്താണ് മരിക്കുമ്പോൾ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്, നമ്മൾ സ്വന്തം അങ്ങ് എഴുതണം എന്നാണ് ആള് പറഞ്ഞത്. ഈ ഐഡിയ ആൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്, ഈ ഐഡിയ എന്നാണ് കേട്ടോ. അത് ഞാൻ വായിച്ച് കൊളാക്കുന്നില്ല, പക്ഷെ ഇവിടെ നിന്നാണ് കിട്ടിയത്. അത് ഒരു പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ യു ഷുഡ് നോട്ട് ഫർഗെറ്റ്. ഓക്കെ, ബിഫോർ ഗോയിങ് ടു ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് എനി റൈറ്റർ ആയിക്കോട്ടെ, അതിൽ കുറച്ച് ചെറിയ ചെറിയ ഇൻഫർമേഷൻ കൊടുത്തേക്കുന്നത് ഒന്നെങ്കിൽ പാസ്റ്റ് ക്വസ്റ്റ്യൻസിൽ വന്നതോ അല്ലെങ്കിൽ ഇനി വരാനുള്ള ചാൻസ് ഉള്ള പോയിന്റേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, now that we have completed all this, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First question is, which of the following plays by William Wycherley is a part of adaptation of Molière's Misanthrope? അല്ലെ, ഇതാണ് UGC question, previous year question. Okay, വില്യം വിച്ചേർലിന്റെ ഏത് വർക്ക് ആണ് ഇവിടുത്തെ അഡാപ്റ്റ് ചെയ്തത്, ഏതായിരുന്നു? Tell me.
Yes, correct answer. The plain dealer. Plain dealer ആണ് അഡാപ്റ്റ് ചെയ്ത് work. Next question. Which two works are the following list are written by Afra Ben? Afra Benന്റെ രണ്ട് വർക്ക്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം ഒരെനോക്കോ അല്ലെ, പിന്നെ റോവർ അല്ലെ, റേഞ്ച് റോവർ എന്ന് ഞാൻ പറഞ്ഞു, ദ ബാനിഷ് കാലിവിയേഴ്സ്, ഒരെനോക്കോ, ദ റോയൽ സ്ലേവ്, ഓർമ്മയില്ലേ? അപ്പൊ ഈ രണ്ട് വർക്ക്സ് ആണ്. ക്ലിയർ? യെസ്, ഒരെനോക്കോന്റെ എന്താണ് സമ്മറി നിങ്ങൾ എല്ലാവരും പഠിക്കണം. നെക്സ്റ്റ് ഇസ് ഷിഫ്റ്റ്സ് ടേബിൾ ഓഫ് എ ടബ് ഇസ് ദ സറ്റയർ ഓൺ. എന്താണ്? റിലീജിയസ് അലിഗറി. അപ്പൊ ആരെ കുറിച്ചായിരിക്കും? ചർച്ചിനെ കുറിച്ചായിരിക്കും. ചർച്ച് എന്താണ്? ഡോഗ്മ ആൻഡ് സൂപ്പർസ്റ്റിഷൻ അല്ലെ, അന്ധവിശ്വാസങ്ങൾ. നെക്സ്റ്റ്, വൈ ഡു ഹ്യൂനിംസ്, അതുകൊണ്ടാണ് ഗലിവർ ട്രാവലിന്റെ സമ്മറി പഠിക്കാൻ പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റൻ അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ സമ്മറി പഠിക്കാൻ. അപ്പോ എന്തുകൊണ്ടാണ് ഹ്യൂനിംസ് കുറച്ച് വാക്കുകൾ മാത്രം പറയുന്നത്? ഹ്യൂനിംസ് ഹോസസ് ആണ്. അവരെന്തുകൊണ്ടാണ് കുറച്ച് വാക്കുകൾ പറയുന്നത്? കാരണം their wants and passions are fewer than human wants and passions, and they never need fewer words. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസ് പോലെ അവർക്ക് അത്രയും wants and needs ഇല്ല അല്ലെ, അവർക്ക് കുറച്ച് വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അഗസ്റ്റൻ ഏജ് ഇസ് കോൾഡ് ബിക്കോസ് കിങ് അഗസ്റ്റസ്. ഇത് ഏറ്റവും ഈസി ആണ് അല്ലെ. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ തെറ്റ് ചെയ്തത് കിങ് അഗസ്റ്റസ് റൂൾഡ് ഓവർ ഇംഗ്ലണ്ട് ഡ്യൂരിങ് ദിസ് പീരീഡ് ആണ്. ഇംഗ്ലണ്ട് ആണോ? റോം ആണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് റോമൻ റൈറ്റേഴ്സിനെ എന്താണ് എഴുതാൻ ശ്രമിച്ചു. അവർ കിങ് അഗസ്റ്റസിനെ കണ്ട ഉടനെ ടിക്ക് ചെയ്ത ആൾക്കാരുടെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ തെറ്റിപ്പോയിട്ടോ. Okay, then is which of the following playwrights have collaborated in writing the satire 3 hours after marriage? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താൽ ജോൺ ഗേ, അലക്സാണ്ടർ പോപ്പ് ആൻഡ് വില്യം കോൺഗ്രീവ് ആയിരുന്നോ? അല്ല. ഓക്കെ, ക്ലിയർ ആണോ? Okay, class. The library where Battle of Books takes place is ഏതായിരുന്നു? King's Library. സെയിന്റ് ജെയിംസ് ലൈബ്രറി. ആരെങ്കിലും ടിക്ക് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ആഡ് ചെയ്തതാണ്. 1722 ഒരു ഇംഗ്ലീഷ് മെർച്ചന്റിന് ഒരു കോപ്പർ കോയിൻസ് ഉണ്ടാക്കേണ്ട പേറ്റന്റ് കൊടുത്തു. അയർലൻഡിന് വേണ്ടി കോപ്പർ കോയിൻസ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൽ കറപ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ജോണസൺ സ്വിഫ്റ്റ് കാണുകയാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രേപ്പർ എന്നുള്ള പേരിൽ ആൾ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പൊ ആളൊരു സീരീസ് ഓഫ് ലെറ്റേഴ്സ് എഴുതി. അപ്പൊ ഇത് ഏത് മെർച്ചന്റിനെ കുറിച്ചായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. വില്യം വുഡ് എന്നാണ് ഈ മെർച്ചന്റിന്റെ പേര്. അപ്പൊ ഇത് ഈ MB ഡ്രേപ്പറും ഈ വർക്കിനെ കുറിച്ചും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത്. ഓക്കെ ക്ലാസ്, അപ്പോ നമ്മുടെ അഗസ്റ്റൻ ഏജിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞു ജോണസൺ സ്വിഫ്റ്റ് വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത റൈറ്റേഴ്സിന്റെ വർക്ക്സും എന്താണ് പഠിക്കണം. ഞാൻ പറഞ്ഞ സമ്മറി നോക്കാൻ പറഞ്ഞതിന്റെ സമ്മറി നോക്കണം. Okay class, thank you. Bye.